ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ CUT എക്സാമിൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന മോഡൽ പരീക്ഷയുടെ ഡിസ്കഷനാണ്. ഇപ്പോൾ ഫിസിക്സ് പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും കൂടുതലും പ്രോബ്ലം സെൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുറച്ച് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്കൂൾ സമയങ്ങളിൽ അതിൻ്റെ ഡിസ്കഷൻസിലേക്ക് പോവാം. സോ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ മെറ്റാലിക് ഷെൽ ഹാസ് എ പോയിന്റ് ചാർജ് ക്യൂബ് കെപ്റ്റ് ഇൻസൈഡ് ദിസ് ക്യാവിറ്റി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡയഗ്രംസ് കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. വളരെ ഈസി ആയൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, നമുക്ക് ഇതാണ് സിറ്റുവേഷൻ. നമുക്കൊരു കണ്ടക്റ്റിംഗ് ഷെല്ല്, കണ്ടക്റ്റിംഗ് സ്പിയർ, അതിനകത്ത് ഇങ്ങനെ രണ്ടെണ്ണം അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെറ്റാലിക് ഷെല്ലാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെറ്റാലിക് ഷെല്ലാണ്. അപ്പോൾ ഷെല്ലെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇന്നർ സർഫസും ഔട്ടർ സർഫസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. നോക്കും, ഇതാണ് അതിൻ്റെ ഇന്നർ സർഫസ്, ഇതാണ് അതിൻ്റെ ഔട്ടർ സർഫസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കണ്ടക്റ്റിംഗ് റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ പോയിന്റ് ചാർജ് ക്യൂ വെച്ചിരിക്കുന്നത്. നമുക്കറിയാം പോയിന്റ് ചാർജ് ക്യൂ അകത്ത് വയ്ക്കുമ്പോൾ ഇൻസൈഡ് സർഫസിൽ, ക്യൂ സെൻറ്ററിലാണ്, അപ്പോൾ ഇൻസൈഡ് സർഫസിൽ യൂണിഫോമായിട്ട് മൈനസ് ക്യൂ ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് ഇന്നർ സർഫസിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മൈനസ് ക്യൂ എന്നുള്ള ചാർജ്. ഔട്ടർ സർഫസിൽ യൂണിഫോമായിട്ട് പ്ലസ് ക്യൂ ഇൻഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ലൈൻസ് ഓഫ് നമുക്കറിയാം ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടോ. മൈനസ് ക്യൂ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യൂ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻസ് എല്ലാം ഇന്നർ സർഫസിലുള്ള മൈനസ് ക്യൂവിൽ പോയി ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെയല്ലേ. എന്നിട്ട് ഇത് കണ്ടക്റ്റിംഗ് റീജിയൻ, അവിടെ ലൈൻസ് വരാൻ പാടില്ല. നമ്മൾ ഈ ഔട്ടർ സർഫസിൽ നിന്ന് ലൈൻസ് ഇനി സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പം ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. പുതിയ ലൈൻസ് ഔട്ടർ സർഫസിലുള്ള പ്ലസ് ക്യൂ ചാർജിൽ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോകും അല്ലേ. ഇങ്ങനെയല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. പോസിറ്റീവ് ചാർജിൽ നിന്ന് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ക്യൂവിൽ നിന്ന് കുറേ ലൈൻസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ക്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻസ് അല്ല ഇന്നർ സർഫസിൽ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന മൈനസ് ചാർജിൽ വന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു. പുതിയ സെറ്റ് ഓഫ് ലൈൻസ് ഔട്ടർ സർഫസിലുള്ള പ്ലസ് ഇൻഡ്യൂസ്ഡ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം അങ്ങനെ 3 ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും 2ഉം കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കും. ഈ 1ൻ്റെ പ്രശ്നം എന്താണ്? കണ്ട ലൈൻസ് കണ്ടക്റ്റിംഗ് റീജിയനിലേക്ക് കയറിയിരിക്കുന്നു, അലൗഡ് അല്ല. ഇവിടെയാണെങ്കിൽ ലൈൻസ് ഡിസ്ട്രിബ്യൂഷൻ നോൺ യൂണിഫോമാണ്, അലൗഡ് അല്ല. ഇവിടെയാണെങ്കിൽ കണ്ടോ, ഇവിടെ ആരോ ഇല്ല. ആരോ എന്ന് വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻസ് ഇവിടെ വന്ന് ടെർമിനേറ്റ് ചെയ്യണം. അതവിടെ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ. Now, question number 2. A thin conducting ring of radius r is given a charge plus q. The electric field at the center O of the ring is due to the charge of the part AKB of the ring is along KO, epsilon along KO. The electric field at the center due to the charge on the part ACDB. അതായത് ഇത്രയേ ഉള്ളൂ. ഇത് റിംഗ് ആണ്. റിങ്ങിനെ യൂണിഫോമായിട്ട് ചാർജ് ചെയ്തിരിക്കുന്നു. റിങ്ങിനെ യൂണിഫോമായിട്ട് ചാർജ് ചെയ്താൽ അതിൻ്റെ സെൻറ്ററിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഒരു റിങ്ങിനെ യൂണിഫോമായിട്ട് ചാർജ് ചെയ്താൽ ആ ചാർജ് കാണാൻ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന AKB എന്ന് പറയുന്ന ഈ പോർഷനില്ലേ, AKB എന്ന് പറയുന്ന ഈ പോർഷൻ വഴി ഓയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിലുള്ള ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ അതുവഴി AKBയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ പറയുന്ന E എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. ശരിയല്ലേ. ഓക്കെ, എങ്കിൽ ഈ റിമൈനിങ് പോർഷൻ ACDB എന്ന് പറയുന്ന റിമൈനിങ് പോർഷൻ വഴി ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സെൻറ്റർ O0 വരണമെന്നുള്ളത് കൊണ്ട് ഈ AKB വഴി ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണോ അതേ വാല്യൂ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാക്കണം ACDB എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ACDB ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതേ വാല്യൂ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എന്നാലും രണ്ടും കൂടെ ക്യാൻസലായി ഓയിൽ നെറ്റ് ഫീൽഡ് എത്ര വരത്തുള്ളൂ? 0 വരത്തുള്ളൂ. മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ വാല്യൂ എപ്സിലോൺ ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ്, അതായത് Oയിൽ നിന്ന് Kയിലേക്ക്. എന്നാൽ മാത്രമേ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ എത്ര വരത്തുള്ളൂ? 0 വരത്തുള്ളൂ. മനസ്സിലായല്ലോ. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത്. നൗ വി ആർ ഗോയിങ് ടുവേഴ്സ് ദ ക്വസ്റ്റ്യൻ 3. എ കപ്പാസിറ്റൻസ് 5 മൈക്രോഫാരഡ് ഈസ് കണക്റ്റഡ് ആസ് ഫോളോസ്. ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ഈസ് 0.5 ohm. ദ എമൗണ്ട് ഓഫ് ചാർജ് ഓൺ ദ കപ്പാസിറ്റർ പ്ലേറ്റ് ഈസ്. കണ്ടോ, ഇവിടെ
ഇതൊരു സെല്ല്, ഒരു കപ്പാസിറ്റർ, 2-3 റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റഡി സ്റ്റേറ്റിലായി. നമുക്കൊരു സ്റ്റഡി സ്റ്റേറ്റിലായാൽ കപ്പാസിറ്റർ ചാർജിലാവും. കാരണം ഇവിടെ പ്ലസ് ചാർജ്, ഇവിടെ മൈനസ് ചാർജ് വരും. ഇതിലെ ചാർജ് ക്യൂ ആണ്. മാത്രമല്ല സ്റ്റഡി സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡി സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ കപ്പാസിറ്ററിലൂടെ കറണ്ട് ഇല്ല. അപ്പോൾ ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഇല്ല. അപ്പോൾ ഈ സെല്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് മുഴുവൻ ഇങ്ങനെ വന്ന് ഈ അപ്പർ ബ്രാഞ്ചിലൂടെ ഈ രീതിയിലായിരിക്കും ഇവിടെ ഫ്ലോ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഓംസ് ലോ അനുസരിച്ച് അപ്ലൈഡ് വോൾട്ടേജ് 2.5 ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം ഈ 1 ഉണ്ട്, ഈ 1 ഉണ്ട്, പിന്നെ ഈ 0.5 ഇൻറ്റേർണൽ ഉണ്ട്. അപ്പോൾ 2.5 ഓം ആണ്. 1 ആംപിയർ കറണ്ടാണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഔട്ടർ ലൂപ്പിൽ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇനി 5 മൈക്രോഫാരഡ് കപ്പാസിറ്ററിലെ ചാർജാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾ ഈ അപ്പർ ലൂപ്പ് എടുത്തിട്ട് അവിടെ കിർച്ചോഫിൻ്റെ വോൾട്ടേജിലോ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കിർച്ചോഫിൻ്റെ വോൾട്ടേജിലോയാണ് KVL എന്ന് പറയുന്നത്. ഈ അപ്പർ ലൂപ്പിൽ കിർച്ചോഫിൻ്റെ വോൾട്ടേജിലോ അപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെയാണല്ലോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, ഇവിടെ വരുമ്പോൾ -I × 1 -I × 1 അങ്ങനെ വരും അല്ലേ. അപ്പോൾ -I × 1 -I × 1. ഈ 2 ഓമിയുടെ കറണ്ട് ഇല്ല, അപ്പോൾ അവിടെ വോൾട്ടേജ് ഡ്രോപ്പും ഇല്ല. ഇവിടെ വരുമ്പോൾ എത്രയാണ് വോൾട്ടേജ്? Q/C ആണ്. പ്ലസ് Q/5 = 0 അല്ലേ? യെസ്. അപ്പോൾ എത്ര വരും? Q/5 = 2I എന്ന് വരും. I ആണ് 1, അപ്പോൾ 2 × 1 2 ആണ്. അപ്പോൾ Q = 5 × 2 10 മൈക്രോ കൂളംബാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണത്. 10 മൈക്രോ കൂളംബ് ഈസ് ദ ആൻസർ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ. Question number 4. If an electron enters into space between the plates of a parallel plate capacitor at an angle alpha with the plates and leaves at an angle beta to the plates, the ratio of its kinetic energy while entering the capacitor to that while leaving will be. ശരിയല്ലേ? ഈ രീതിയിലാണ് വരുന്നത്. അപ്പം കണ്ടു, ഇവിടെ ഇങ്ങനെയാണ് കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റുകൾ എന്ന് പറയുന്നത്. ഇത് 1ാമത്തെ കപ്പാസിറ്റർ പ്ലേറ്റ്, ഇത് 2ാമത്തെ കപ്പാസിറ്റർ പ്ലേറ്റ്. നിങ്ങൾക്കറിയാം കപ്പാസിറ്റർ പ്ലേറ്റുകളിൽ ഒരെണ്ണത്തിൻ്റെ ചാർജ് പ്ലസ് ആണെങ്കിൽ മറ്റേ ചാർജ് എന്തായിരിക്കും വരിക? മൈനസ് ആയിരിക്കും വരിക. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും പ്ലേറ്റ്സിനിടയ്ക്ക്. ഇനി എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ടു സ്പേസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അറ്റ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദ പ്ലേറ്റ്സ്. കണ്ടോ, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വന്ന് എൻറ്റർ ചെയ്യാണ് ഇവിടെ. കണ്ടോ, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വന്ന് ഈ റീജിയനിലോട്ട് ഇങ്ങനെ എൻറ്റർ ചെയ്യാണ്. ഇതിങ്ങനെയാണ് ഇലക്ട്രോൺ വന്ന് എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അറ്റ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദ പ്ലേറ്റ്സ്. കണ്ടോ, ഇവിടെ ആൽഫ ആംഗിൾ പ്ലേറ്റുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത് എൻറ്റർ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ എൻറ്റർ ചെയ്യുന്ന ഇലക്ട്രോൺ ഇങ്ങനെ ട്രാവൽ ചെയ്ത് അവസാനം എന്ത് ചെയ്യുന്നു? ഈ പ്ലേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങി ആൻഡ് ലീവ്സ് അറ്റ് ആൻ ആംഗിൾ ബീറ്റ ടു ദ പ്ലേറ്റ്സ് ആണ്. കണ്ടോ, ഇങ്ങനെ ബീറ്റ എന്നുള്ള ആംഗിളിൽ അത് ലീവ് ചെയ്യുന്നു. ഇവിടെ എൻറ്റർ ചെയ്യുന്ന സ്പീഡ് u ആണെങ്കിൽ ലീവ് ചെയ്യുന്ന സ്പീഡ് നമുക്ക് v എന്നെടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളാണ് നമ്മൾ ബീറ്റ എന്ന് തന്നിരിക്കുന്നത്. എങ്കിൽ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി വൈൽ എൻറ്ററിങ് ടു ലീവിങ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോക്കൂ, 12 mv²/12 mv² ആണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്കറിയാം, കണ്ടോ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഡയറക്ഷൻ, വെർട്ടിക്കൽ ഡയറക്ഷൻ, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അല്ലെ, പ്ലേറ്റ്സിനിടയ്ക്കുള്ള റീജിയനിലൂടെ ഇങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് വരിക. അപ്പം ഈ ഡയറക്ഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് വരികയാണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് ഫോഴ്സും ഉണ്ട്. നമുക്കറിയാം, ഇപ്പം ഇവിടെ ചാർജ് ഓഫ് ഇലക്ട്രോൺ നെഗറ്റീവാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിലൂടെ ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രോൺ ഞാൻ എടുത്താൽ അതിൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഈ ഡയറക്ഷനിലേക്ക് അതിനൊരു ആക്സലറേഷൻ ഉണ്ടാവും. പക്ഷേ കണ്ടോ, ഈ ഡയറക്ഷനിലേക്ക് അതിന് ആക്സലറേഷൻ ഇല്ല. അതായത് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഡയറക്ഷനിലേക്ക് ഇതിന് ആക്സലറേഷൻ ഇല്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഡയറക്ഷനിലേക്ക് ആക്സലറേഷൻ ഇല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും, വെലോസിറ്റി കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി കമ്പോണൻറ്റും ലീവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി കമ്പോണൻറ്റും ഈക്വൽ ആയിരിക്കും. അതായത് u cos ആൽഫ ഈക്വൽ എത്ര വരും? v cos ബീറ്റ എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് u/v എന്ന് പറയുന്നത് cos ബീറ്റ cos ആൽഫയാണ്. ശരിയല്ലേ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ അല്ലേ, ഇനിഷ്യൽ കൈനറ്റിക് എനർജി 12 mu², ഫൈനൽ കൈനറ്റിക് എനർജി 12 mv². ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നോക്കൂ, എന്താണ്, ഹാഫും ക്യാൻസൽ ആവും, u²/v² റേഷ്യോ ആണ്. അപ്പോൾ cos ബീറ്റ cos ആൽഫ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ. cos ബീറ്റ cos ആൽഫ ദ ഹോൾ സ്ക്വയർ ആണ് സെക്കൻഡ് ഓപ്ഷൻ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. വളരെ ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നല്ല ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. Question number 5.
5 capacitors, each of capacitance value C are connected as shown in the figure below. The ratio of capacitance between P and R and between P and Q. P നും R നും ഇടയ്ക്കുള്ള എഫക്റ്റീവും P നും Q നും ഇടയ്ക്കുള്ള എഫക്റ്റീവ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ കണ്ടോ, ആദ്യം ബിറ്റ്വീൻ P ആൻഡ് R. P നും R നും ഇടയ്ക്കുള്ള എഫക്റ്റീവ് നമ്മൾ എടുക്കുമ്പോൾ നോക്കൂ, ഇത് P, ഇത് R. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്രാഞ്ചിൽ സിയും സിയും കൂടെ എങ്ങനെയാണ് സീരീസിൽ, അപ്പോൾ അത്ര വരും C/2. ഈ ബ്രാഞ്ചിൽ സിയും 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 കൂടെ സീരീസിൽ, അപ്പോൾ അത്ര വരും C/3. ഇത് രണ്ടും കൂടെ പാരലൽ അല്ലേ. അപ്പോൾ ഈ കേസിൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് C/2 + C/3 വരും, അതായത് 5C/6 എന്ന് വരും. ശരിയല്ലേ? ഇനി അടുത്തെന്താണ്, ബിറ്റ്വീൻ P ആൻഡ് Q ആണ്. P നും Q നും ഇടയ്ക്കുള്ള എഫക്റ്റീവ് എടുക്കും. എല്ലാവരും നോക്കും P നും Q നും. അപ്പോൾ ഇത് P, ഇത് Q. അപ്പോൾ ഈ പാത്തിലൂടെ നോക്കുമ്പോൾ ഒരു C മാത്രം. ഈ പാത്തിലൂടെ നോക്കുമ്പോൾ സിയും 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 കൂടെ സീരീസിൽ, അപ്പോൾ എത്ര വരും C/4 അല്ലേ. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് എത്ര വരും, C2 = C + C/4 വരും, അതായത് എത്ര വരും, C + C/4 ആകുമ്പോൾ 5C/4. ശരിയല്ലേ? ഇനി ഇതിൻ്റെ റേഷ്യോ എടുത്താൽ പോലെ C1/C2 എടുക്കൂ. When you take C1/C2, ആൻസർ ആയില്ലേ, 5C/6 ഡിവൈഡഡ് ബൈ 5C/4, ഇറ്റ് ഈസ് 4:6 എന്ന് വരും. 2:3 അല്ലേ? യെസ്, ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായല്ലോ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6. Two charges Q1 and Q2 are placed 30 cm apart as shown in the figure. A third charge Q3 is moved along the arc of the circle of radius 40 cm from C to D. The change in potential energy of the system is Q3/4πε0K, where K is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണ്, ഇവിടെ നമ്മൾ ഇനിഷ്യൽ സിസ്റ്റം ഫൈനൽ സിസ്റ്റമാണ് പൊട്ടൻഷ്യൽ എനർജി എടുക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ 3 ചാർജുള്ള സിസ്റ്റമാണ് Q1, Q2 ആൻഡ് Q3. ഇതിൽ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എടുക്കുമ്പോൾ 3 ചാർജ് ഉള്ളതുകൊണ്ട് പെയറിംഗ് മെത്തേഡ് വെച്ച് വേണം ചെയ്യാൻ. അതായത് തന്നിരിക്കുന്ന ചാർജസിനെ എല്ലാ പെയേഴ്സുമായിട്ട് ഓരോ പെയേഴ്സിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയായി. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കണം, അപ്പം ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയായി. അപ്പോൾ ഇവിടെ വരുന്ന കേസ് എടുക്കുമ്പോഴേ, അപ്പോൾ ഇനിഷ്യൽ കേസ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ Q1, Q2 പെയർ ഇനിഷ്യൽ ആൻഡ് ഫൈനലി സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഞാൻ എടുക്കുമ്പോൾ ഈ പെയറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇനിഷ്യൽ കേസിലും വരും, ഫൈനൽ കേസിലും വരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ അതങ്ങ് ക്യാൻസൽ ആയിപ്പോൾ. അതുകൊണ്ട് 2 പെയേഴ്സ് എടുത്താൽ മതി, Q1, Q3 പെയറും Q2, Q3 പെയറും മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ U1 എന്ന് പറയുമ്പോൾ എത്ര വരും, K ഇൻറ്റു കണ്ടോ Q1 Q3/40, Q1 Q3/40 വരും. 40 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അടുത്തെത്ര വരും, 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 0.4 മീറ്റർ എന്നാക്കാം. സെൻറ്റിമീറ്റർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എനിവേ 0.4 എന്നാക്കിക്കുമെങ്കിൽ അടുത്ത പേരെന്ന് പറയുന്നത് Q1 Q3 എടുത്തു, അടുത്ത് Q2 Q3. ഈ ഡിസ്റ്റൻസ് 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എത്ര വരും, ദാറ്റ് ഈസ് K ഇൻറ്റു Q2 Q3/50. 50 എത്രയാണ്, 0.5. ശരിയല്ലേ? ഇനി ഫൈനൽ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ U final is equal to K ഇൻറ്റു, നോക്കൂ കണ്ടോ, ഇത് Q3 നേരെ ഡിയിലേക്ക് എത്തുകയാണ് അല്ലേ. Q3 നേരെ ഡിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഡിയിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ പെയർ എയും ഡിയും തമ്മിലാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്ര വരും, നോക്കൂ, ഇത് 40 തന്നെ വരും അല്ലേ, വീണ്ടും 40 തന്നെ വരും. കണ്ടോ, ഈ Q3 ഇവിടെ 40 ആണ്, ഇവിടെ എത്തുമ്പോഴും 40 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും Q1 Q3/0.4 ഒന്നുകൂടെ വരും. മറ്റേ എത്ര വരും, Q2 Q3 കണ്ടോ, ഈ ഡിസ്റ്റൻസ് എത്രയാണ്, 10 സെൻറ്റിമീറ്റർ, അപ്പോൾ 0.1 വരും. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ കണ്ടോ, ΔU ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ U ഫൈനൽ മൈനസ് U ഇനിഷ്യൽ എടുക്കുമ്പോൾ കണ്ടോ, ഈ പെയർ കോമൺ ആയിട്ട് ക്യാൻസൽ ആകും. അപ്പോൾ പിന്നെ ഈ പെയറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര വരുന്നത് എടുക്കുമ്പോൾ K Q2 Q3 ഇൻറ്റു 1/0.1 മൈനസ് 1/0.5 അല്ലേ. 1/0.1 by 1/0.5. അപ്പോൾ എത്ര വരും, K Q2 Q3. 1/0.1 എന്ന് പറയുമ്പോൾ എത്രയാണ്, 10 ആണ്. മറ്റേ 1/0.5 എന്ന് പറയുമ്പോൾ എത്രയാണ്, 8 അല്ലേ. അപ്പം 8 വരും ചെയ്യുമ്പോൾ, 8 വരും കണ്ടോ. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ ഈ K എന്താണ്, 1/4πε0 അല്ലേ. അപ്പോൾ 1/4πε0 8 Q2 Q3 എന്ന് വരും. 8 Q2 Q3 എന്ന് വരും. ഇവിടെ Q3 ആണല്ലോ, അപ്പോൾ K = 8 Q2 എന്ന് വരും അല്ലേ. Q2 അല്ല, Q2 Q3 അല്ലേ. യെസ്. അപ്പോൾ നമുക്കിവിടെ Q3/4πε0K ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ Q3 അവിടെ ശരിക്കും നമുക്ക് വരുന്നത് 8 Q2 എന്ന് പറയുന്ന ഒരു ആൻസറാണ് വരുന്നത്. 8 Q2 എന്ന് പറയുന്ന ആൻസറാണ് നമുക്കിവിടെ വരുന്നത്. ശരിയല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7. The resistance between the terminal points A and B of the given infinitely long circuit will be. അപ്പോൾ നോക്കൂ,
ഇതൊരു ഇൻഫിനിറ്റ്ലി ലോങ് നെറ്റ്വർക്കാണ്. ഇൻഫിനിറ്റ് നെറ്റ്വർക്ക് ഓഫ് റെസിസ്റ്റേഴ്സ് എടുത്തിട്ട് അതിൻ്റെ എഫക്റ്റീവ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നമ്മൾ ഇൻഫിനിറ്റ് ലാഡർ എന്ന് വിളിക്കാറുണ്ട്. ഇൻഫിനിറ്റ് ലാഡർ നെറ്റ്വർക്ക് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഇതിൻ്റെ റിപ്പീറ്റിംഗ് പാറ്റേൺ മനസ്സിലാക്കണം. കണ്ടോ, റിപ്പീറ്റിംഗ് പാറ്റേൺ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ത്രൂ ഔട്ട് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ റിപ്പീറ്റിംഗ് പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് ഈ എക്കും ബിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ വല്ല എക്സ് എന്ന് വല്ലതും കൊടുക്കാം. ലെറ്റ് ആർ ഇഫക്റ്റീവ് ഈക്വൽ ടു എക്സ് അല്ലേ. അങ്ങനെ കൊടുത്തിട്ട് ഈ ഫസ്റ്റ് റിപ്പീറ്റിംഗ് പാറ്റേണിന് നിങ്ങൾ ബാക്കിയുള്ളതിൽ നിന്ന് ഇങ്ങനെ മാറ്റി വയ്ക്കുക. കണ്ടോ, ഫസ്റ്റ് റിപ്പീറ്റിംഗ് പാറ്റേണിന് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സർക്യൂട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഫസ്റ്റ് റിപ്പീറ്റിംഗ് പാറ്റേണിന് റെസ്റ്റ് ഓഫ് ദ സർക്യൂട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം അങ്ങ് മാറ്റിയാൽ എഫക്റ്റീവ് അഫക്റ്റ് ചെയ്യപ്പെടത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാറ്റേൺ മാറ്റിയാലും ബാക്കിയുള്ളതിൻ്റെ മൊത്തം എഫക്റ്റീവ് എക്സ് എന്ന് തന്നെ എടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ റീഡ്രോ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് പോയിൻ്റ് എ, ഇത് 1 ohm, ഇതും 1 ohm, ഇതും 1 ohm. ഇത് ഫസ്റ്റ് റിപ്പീറ്റിംഗ് പാറ്റേൺ ആണ്. 1 ohm, 1 ohm ആൻഡ് 1 ohm. ശരിയല്ലേ. ഇതാണ് ആ ബി എന്നുള്ള പോയിന്റ്. ഇനി ബാക്കിയുള്ള മൊത്തം നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. കാരണം എന്താണ്, ഒരു പാറ്റേൺ മാറിയാലും റിമൈനിങ്ങിൻ്റെ എഫക്റ്റീവ് എന്ത് തന്നെ വരും, എക്സ് തന്നെ വരും. അപ്പം അങ്ങനെയാണെങ്കിൽ കണ്ടോ, ഈ എക്സ് 1 കൂടെ പാരലാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് എത്ര വരും, 1 × x / 1 + x വരും അല്ലേ. ഇനി ഈ 1 ഇതിൻ്റെ എഫക്റ്റീവും ഈ 1 കൂടെ എന്താണ്, സീരീസാണ്. അപ്പോൾ എന്ത് വരും, ഇവിടെ ആർ ഇഫക്റ്റീവ് എടുക്കുമ്പോൾ ഇറ്റ്സ് 1 + 1 × x / 1 + x + 1 എന്ന് വരും. അപ്പോൾ ആർ ഇഫക്റ്റീവ് എക്സ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ 2 + x / 1 + x എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ എടുത്താലോ, എക്സ് + x² ഈക്വൽ ടു 2 + 2x + x അല്ലേ. യെസ്. അപ്പോൾ എത്ര വരും, എക്സ് ക്യാൻസലായി പോകുമ്പോൾ ഇറ്റ് ഈസ് x² - 2x - 2 ഈക്വൽ എത്ര വരുന്നു, 0 എന്ന് വരുന്നു. ഇങ്ങനെ വരുന്നു അവിടുത്തെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് ഇത് വരുന്നു. ശരിയാണല്ലോ. അപ്പോൾ ഈ സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചാൽ പോരെ. യെസ്. അപ്പോൾ എത്ര വരും, എക്സ് ഈക്വൽ ടു -b. -b ആകുമ്പോൾ 2 ± √of b² - 4ac. b² എന്ന് പറയുന്ന 4 ആണ്. -4ac എടുക്കുമ്പോൾ 4 × 1 × -2 അപ്പോൾ +8 വരും അല്ലേ. യെസ്. /2 അല്ലേ. അപ്പോൾ എത്ര വരും, 2 ± 2 √3/2. അപ്പോൾ 2 എല്ലായിടത്തും ക്യാൻസൽ ആകുമ്പോൾ 1 ± √3 വരും. 1 + √3 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, 1 - √3 നെഗറ്റീവാണ്. 1 - √3 നെഗറ്റീവാണ്. നെഗറ്റീവ് വാല്യൂ ഒരിക്കലും റെസൊണൻസിന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് വാല്യൂ 1 + √3 ohm എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ആൻസറായിട്ട് വരിക. അപ്പോൾ സാധാരണ ഇൻഫിനിറ്റ് ലാഡർ നെറ്റ്വർക്കുകൾ സോൾവ് ചെയ്ത് എഫക്റ്റീവ് കണ്ടുപിടിക്കുന്ന രീതിയാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ റിപ്പീറ്റിംഗ് പാറ്റേൺ മനസ്സിലാക്കണം. എന്നിട്ട് എക്കും ബിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം, എക്സ് ആയിട്ട് എടുക്കുക. ഫസ്റ്റ് റിപ്പീറ്റിംഗ് പാറ്റേൺ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ എഫക്റ്റീവ് നിങ്ങൾ എക്സ് എന്ന് തന്നെ എടുക്കുക. എന്നിട്ട് ഇതിനെ റീഡ്രോ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പാറ്റേണും ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്ത് എക്സ്. പിന്നെ എക്കും ബിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവ് കണ്ടുപിടിക്കണം. ഇവിടെ 1 x കൂടെ പാരലാണ്. അപ്പോൾ 1 × x / 1 + x. അതിൻ്റെ എഫക്റ്റീവ് 1 × 1 സീരീസാണ്. അങ്ങനെയാണ് ആർ എഫക്റ്റീവ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇങ്ങനെ എഴുതിയത്. ഇനി ആർ എഫക്റ്റീവ് നമുക്കൊരു എക്സ് ആണ്. പിന്നെ അത് സോൾവ് ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വരും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ വാല്യൂ കിട്ടുകയും ചെയ്യും. ഓക്കെ അല്ലേ. ശരി. ക്വസ്റ്റ്യൻ റൈറ്റ്. ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ the points A and C in the below figure is. ഓക്കെ, നോക്കൂ. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. ഈ നെറ്റ്വർക്കിൽ എന്താണ് എക്കും സിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് എയും സിയും. ഇപ്പോൾ 2 പോയിന്റ്സിനിടയ്ക്കുള്ള എഫക്റ്റീവ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റിലേക്ക് സെല്ലിൻ്റെ പോസിറ്റീവും സെക്കൻഡ് പോയിന്റിലേക്ക് സെല്ലിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങളൊരു സിമെട്രി റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ പാരലൽ സിമെട്രി റൂളാണ്. എന്ന് വെച്ചാൽ നിങ്ങളിവിടെ നോക്കൂ, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ അസ്യൂം ചെയ്താൽ, കണ്ട എയും സിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ഇങ്ങനെ അസ്യൂം ചെയ്താൽ ഈ പോർഷൻ്റെ അങ്ങോട്ടുള്ള അല്ലെങ്കിൽ ഈ ലൈനിൻ്റെ ഇങ്ങോട്ടുള്ള പോർഷനും എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ബിയും ഡിയും ഒരേ പൊട്ടൻഷ്യലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പാത്ത് സിമെട്രി റൂളെന്നും പറയാറുണ്ട്. കണ്ട് എയിന്ന് ഈ സിയിലേക്ക് ഇത് ഇങ്ങനെ ഒരു പാത്തുമുണ്ട്, ഇത് ഇങ്ങനെ ഒരു പാത്തുമുണ്ട്. 2 സിമിലർ പാത്താണ്. എങ്കിൽ ഈ സിമിലർ പാത്തുകളുടെ സിമിലർ പൊസിഷൻസ് ആണ് ബിയും ഡിയും. അവിടെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അങ്ങനെ അവിടെ പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ബിയിലും ഡിയിലും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഇത് നോക്കൂ, ഈ റെസിസ്റ്റൻസ് വഴിയും കറണ്ട് വരില്ല, ഈ റെസിസ്റ്റൻസ് വഴിയും കറണ്ട് വരില്ല. അതുകൊണ്ട് ആ 2 റെസിസ്റ്റൻസിനെ നമുക്ക് ഒഴിവാക്കാം. അത് 2 ഒഴിവായി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. 6 കൂടെ സീരീസിൽ 2R, പിന്നെ ഈ ആറും കൂടെ സീരീസിൽ 2R, ഈ ആറും കൂടെ സീരീസിൽ 2R. 3 2R പാരലൽ വരുമ്പോൾ എത്ര വരും, 2R/3 എന്ന് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഒന്നുമില്ല.
ഇത് വളരെ ഡയറക്റ്റാണ്. ഇനിഷ്യൽ പോയിന്റ് എ ആണ്, ഫൈനൽ പോയിന്റ് സി ആണ്. അപ്പോൾ എക്ക് സിക്ക് ഇടയ്ക്കാണ് കറണ്ട് ഫ്ലോ വരേണ്ടത്. നോക്കൂ, ഇവിടെ നമുക്ക് ഒന്നുകിൽ പാരലൽ സിമെട്രി റൂളോ അല്ലെങ്കിൽ പാത്ത് സിമെട്രി റൂളോ ഒക്കെ അപ്ലൈ ചെയ്യാം. പാത്ത് സിമെട്രി റൂൾ 2-3 തന്നെ പോലെ തന്നെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ പാത്ത് സിമെട്രി എന്ന് വെച്ചാൽ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റിലേക്ക് 2 സിമിലർ പാത്ത് കാണും. കണ്ടോ, എ ഇന്ന് ബി വഴി സിയിലേക്ക് ഒരു പാത്ത്, എ ഇന്ന് ഡി വഴി സിയിലേക്ക് ഒരു പാത്ത്, 2 സിമിലർ പാത്താണ്. ഈ സിമിലർ പാത്തുകളിലെ സിമിലർ പൊസിഷൻസ് ആണ് ബിയും ഡിയും. എങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് ഒഴിവായത്. അപ്പോൾ ഈ 6 കൂടെ സീരീസിൽ 2R, ഇതും കൂടെ സീരീസിൽ 2R, ഇത് 2 കൂടെ സീരീസിൽ 2R, 3 കൂടെ പാരലാകുമ്പോൾ എത്ര വരും? 2R/3 എന്ന് ആൻസർ വരും. ഓക്കെ അല്ലേ? Question number 9. 125 cm of potentiometer wire balances the EMF of a cell and 100 cm of the wire is required for balancing the poles of a cell which are joined by 2 ohm resistance. The internal resistance of the cell. എല്ലാവർക്കും അറിയാമല്ലോ, ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ R = L1 - L2 / L2 × R എന്നുള്ള ഫോർമുലയുണ്ട്. ഇതെടുത്താൽ മതി. ഇതിൽ L1 എന്താണ്? സെൽ ഓപ്പൺ ആയിരിക്കുമ്പോൾ ബാലൻസിംഗ് എന്താണ് എന്ന് വെച്ചാൽ സെല്ലിന് അക്രോസ് ആയിട്ട്, സെക്കൻഡറി സെല്ലിന് അക്രോസ് ആയിട്ട് റെസിസ്റ്റൻസ് ഒന്നും കണക്ട് ചെയ്യാതിരിക്കുമ്പോൾ ബാലൻസിംഗ് എന്താണ്? L1. അതിവിടെ വലിയ വാല്യൂ ആണ്. എത്രയാണ്? 125 സെൻറ്റിമീറ്റർ. ഇനി L2 എന്താണ്? നമ്മുടെ സെല്ലിന് ഒരു റെസിസ്റ്റൻസ് വെച്ച് ഷോർട്ട് ചെയ്തതിന് ശേഷമുള്ള ബാലൻസിംഗ് എന്താണ്? അതിവിടെ എത്രയാണ്? 100 ആണ്. ഡിവൈഡഡ് ബൈ വീണ്ടും L2 എത്രയാണ്? 100 ആണ്. പിന്നെ R എന്താണ്? നമ്മൾ ആ സെല്ലിനെ ഷോർട്ട് ചെയ്യാൻ ഉപയോഗിച്ച റെസിസ്റ്റൻസ് ആണ്. അത് 2 ohm ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നേരിട്ട് പഠിച്ച ഇക്വേഷൻസ് ആണ്. പിന്നെ എത്ര വരും? 125 - 100 is 25. 25/100 എന്ന് പറയുന്നത് 1/4. 2/4 is 0.5 ohm is the internal resistance of the cell we are taking here. ശരിയല്ലേ? ഓക്കെ, വളരെ ഈസി ആയിട്ട് ആൻസർ ഉണ്ട്. ഒറ്റ ഇക്വേഷൻ. The internal resistance of a cell is given by this equation, where L1 is the balancing length when the cell is open and L2 is the balancing length when an external resistance capital R is connected across the cell or the cell is shunted with a resistance capital R. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനകത്ത് L1 ഉണ്ട്, L2 ഉണ്ട്, capital R ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ internal resistance കിട്ടും. ഓക്കെ. In an experiment to measure the internal resistance of a cell by potentiometer, it is found that the balance point is of a length 2 meter when the cell is shunted by 5 ohm and is at a length 3 meter when the cell is shunted by 10 ohm resistance. The internal resistance of the cell വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കേസാണ്. നമുക്കറിയാം, ഒരു സെല്ല് ഞാനിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ EMF യും ഇന്റേണൽ ആറും ആണെങ്കിൽ ഇതിനൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് വെച്ച് ഇങ്ങനെ ഷണ്ട് ചെയ്താൽ ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എത്രയാണ്? E × R / R+R എന്നാണ്. ഈ ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നത്. ഈ V ആണല്ലോ നമ്മൾ ബാലൻസിംഗ് ലെന്ത് KL വെച്ച് ഇത് ചെയ്യുന്നത്. അപ്പോൾ ER/R+R എന്ന് വരും. ഈ ഇക്വേഷന് 2 സിറ്റുവേഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഫസ്റ്റ് കേസിൽ എന്താണ്? K കോൺസ്റ്റൻ്റ് ആണ്, ഇത് ഗ്രേഡിയൻ്റ്. ബാലൻസിംഗ് ലെന്ത് ഫസ്റ്റ് കേസിൽ കണ്ട 2 മീറ്റർ ആണ്. K × 2 = ഈ EMF ഓഫ് ദ സെൽ അറിയില്ല. ക്യാപിറ്റൽ R അവിടെ ഉപയോഗിച്ച റെസിസ്റ്റൻസ് ആണ്, അത് 5 ohm ആണ്. E × 5 ഡിവൈഡ് ബൈ 5 + small r. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 1. കേസ് 2ൽ എന്ത് ചെയ്തു? നമ്മൾ നോക്കൂ, ബാലൻസിംഗ് ലെന്ത് 3 മീറ്റർ ആക്കി. K × 3. EMFന് മാറ്റമില്ല, പക്ഷേ ഷണ്ടഡ് റെസിസ്റ്റൻസ് 10 ആണ്. അപ്പോൾ 10 + R. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 2. ഇന്ന് സ്മോൾ r ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു പ്രയാസമില്ല, നിങ്ങൾ ഇക്വേഷൻ 1 2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 1 2 ഡിവൈഡ് ചെയ്യുമ്പോൾ Kയും Kയും ക്യാൻസലാകും. 2/3 = കണ്ടോ, ഇവിടെ ഇയും ഇയും ക്യാൻസലായി. 5ഉം 10ഉം കൂടെ ക്യാൻസൽ ആകുമ്പോൾ 2 വരും. 10 + R മുകളിൽ പോവും. ശരിയല്ലേ? ഓക്കെ. പിന്നെ താഴെ എത്ര വരും? 2 × 5 + R എന്ന് വരും. ശരിയല്ലേ? ഇത് സോൾവ് ചെയ്ത് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. 10 ohm വരും അല്ലേ? നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ എല്ലാവരും ഓർത്തോളുക. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഈ ഷണ്ടിങ്ങിൻ്റെ 2 ഡിഫറെൻറ്റ് കേസുകൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. എ യൂണിഫോം വയർ ഓഫ് റെസിസ്റ്റൻസ് 36 ohm is bent in the form of a circle. The effective resistance across A and B. ഇത് വളരെ എളുപ്പമാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് 36 ohm ആണ്. അപ്പോൾ കണ്ടോ, ഈ ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ 1/6 ആണ്. അപ്പോൾ 360 ഡിഗ്രി ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 36 ohm ആണ്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി 1/6 ആകുമ്പോൾ ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടുത്തെ റെസിസ്റ്റൻസ് R1 എന്ന് പറയുന്നത് 36/6 എന്ന് വരും. അതായത് 6 ohm എന്ന് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പോർഷൻ റെസിസ്റ്റൻസ് എത്ര വരും? ബാക്കി വരും 30 ohm വരും. ഇത്രേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ഈ മൊത്തം സർക്കിളിന് 36 ohm. അപ്പോൾ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ 360, ഒരു സർക്കിൾ കംപ്ലീറ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി അതിൻ്റെ 1/6 ആണ്. അപ്പം ഇത്രയും പോർഷൻ റെസിസ്റ്റൻസ് എത്ര വരും? 36ൻ്റെ 1/6 6 വരും. അപ്പോൾ റിമൈനിങ് 30 ഇവിടെ വരും. ഇത് രണ്ടും കൂടെ പാരലൽ അല്ലേ? പാരലൽ ആകുമ്പോൾ എത്ര വരും? 6 × 30/6 + 30. ഇതാണ് എഫക്റ്റീവ് അല്ലേ? യെസ്. R1 R2/R1 + R2 വരും അല്ലേ? അപ്പോൾ എത്ര? 5 ohm അല്ലേ? യെസ്. മനസ്സിലായോ? 5 ohm. യെസ്.
Question number 12. Net magnetic field at the center of the circle O due to a current through a loop in the plane of the paper are shown below. Theta 180 degree ആണ് കണ്ടോ. ഇതൊരു സർക്കുലർ ലൂപ്പാണ്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഈ സർക്കുലർ ലൂപ്പിൽ ഈ രീതിയിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കണ്ടോ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ കണ്ടോ ഈ ആർക്ക് വഴി ഇവിടെ ഒരു ഫീൽഡ് ഉണ്ടാവും. ഈ കോഡ് വഴിയും അവിടെ ഒരു ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതാണ് കുറച്ചുകൂടെ അടുത്ത് ഓയേക്കാലം കുറച്ചുകൂടെ അടുത്തുള്ളത് ഈ റീജിയനാണ്, ഈ ഒരു റോഡാണ്. അപ്പോൾ ഓയേക്കാലം കുറച്ചുകൂടെ അടുത്തുള്ളത് ഈ ഒരു പോർഷൻ ആയതുകൊണ്ട് അല്ല ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണ് സംഭവം. ഇതാണല്ലോ പോയിൻ്റോ. നോക്കൂ ഇവിടെ കറണ്ട് ഇങ്ങോട്ടാണ്, ഇവിടെ കറണ്ട് ഇങ്ങോട്ടാണ്. അപ്പോൾ കണ്ടോ ഇതാണ് ഓയോട് കൂടുതലെടുത്ത്. അപ്പോൾ ഇതാണ് ഇവിടെ സ്ട്രോങ്ങർ ഫീൽഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പോർഷനും ഇത് സെക്കൻഡ് പോർഷനും എടുത്താൽ ഈ ഫസ്റ്റ് പോർഷൻ വഴി ഓയിൽ ഉണ്ടാകുന്ന ഫീൽഡ് B1. അതിൻ്റെ ഡയറക്ഷൻ എടുക്കുമ്പോൾ എന്ത് വരും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് നോക്കുമ്പോൾ അത് ഈ രീതിയിലാണല്ലേ, ഇങ്ങനെയാണ് ലൈൻസ് ചുറ്റുന്നത്. അപ്പോൾ അത് ഇൻ ടു ദ പ്ലെയിനാണ്. എന്നാൽ ഇതിങ്ങനെയാണ് കണ്ടോ, കറണ്ട് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് മാനറിലാണെങ്കിൽ ഈ സെക്കൻഡ് പോർഷൻ വഴി അവിടെ ഉണ്ടാകുന്ന ഫീൽഡ് എന്താണ്? ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ക്ലിയർ ആണ്, B1 ഗ്രേറ്റർ ദാൻ B2. എന്തുകൊണ്ട്? ഈ ഫസ്റ്റ് പോർഷൻ ഈ പോയിന്റ് ഓയോട് നിയർ ആയതുകൊണ്ട് ഓയിൽ സ്ട്രോങ്ങർ ഫീൽഡ് B1 ആണ്. അപ്പോൾ B1 ആണ് വലിയ ഫീൽഡ്. അപ്പോൾ നെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് B1 ഡയറക്ഷനിലേക്ക് പെർപെൻഡിക്കുലർ ടു പേപ്പർ ഇൻവാർഡ്സ് എന്നുള്ള സെക്കൻഡ് ഓപ്ഷനാണ് അവിടെ വരുന്നത്. ശരിയല്ലേ? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഇനി അടുത്ത് 13. ഈക്വൽ കറണ്ട് I flows in 2 segments of a circular loop in the direction shown below. Radius of the loop is R. The magnitude of magnetic field induction at the center of the loop. കണ്ടോ രണ്ട് കറണ്ട്, രണ്ടിൻ്റെ വാല്യൂ I ആണ്. അത് ഒന്ന് AB എന്നുള്ള തീറ്റ ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്ന ആർക്കിലൂടെയും മറ്റത് 360 മൈനസ് തീറ്റ. കണ്ടോ ഇത് തീറ്റ ആണെങ്കിൽ ക്ലിയർലി ഇത് എത്രയാണ്? 360 മൈനസ് തീറ്റ അല്ലെങ്കിൽ 2π മൈനസ് തീറ്റ. 360 എന്നുള്ള റേഡിയൻ ആക്കുമ്പോൾ എത്ര വരും? 2π മൈനസ് തീറ്റ. അപ്പം കണ്ടോ ഈ ആർക്ക് എന്ന് പറയുന്നത് തീറ്റ സബ്റ്റൻഡ് ചെയ്യുന്ന ആർക്കും ഈ ആർക്ക് എന്ന് പറയുന്നത് 2π മൈനസ് തീറ്റ സബ്റ്റൻഡ് ചെയ്യുന്ന ആർക്കുമാണ്. ഒരു ആർക്ക് വഴി സെൻട്രൽ ഉണ്ടാകുന്ന ഫീൽഡ് ജനറൽ ഇക്വേഷൻ എന്താണ്? B = μ0I by 4π into radius into angle theta in radian എന്നുള്ളതാണ് ഇക്വേഷൻ. ഇതാണ് ഒരു ആർക്ക് വഴി അതിൻ്റെ സെൻട്രൽ ഉണ്ടാകുന്ന ഫീൽഡിൻ്റെ ഇക്വേഷൻ. എങ്കിൽ ഈ AB എന്നുള്ള പോർഷൻ വഴി സെൻട്രൽ ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഞാൻ B1 എന്നെടുത്താൽ ഇറ്റ് വിൽ ബിക്കം μ0I by 4πr into theta എന്ന് വരും. ഇനി ഈ പോർഷൻ വഴി സെൻട്രൽ ഉണ്ടാകുന്ന ഫീൽഡ് എടുക്കുമ്പോൾ B2 ഈസ് ഇങ്ങനെ വരും. അപ്പം കണ്ടോ ഇവിടെ കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് സെൻസിലായതുകൊണ്ട് ഇത് ഇൻ ടു ദ പ്ലെയിൻ ആണ് അല്ലേ. ഇനി അതിന് B2 എടുക്കുമ്പോൾ കണ്ടോ എന്ത് വരും? ഇവിടെ ഇക്വേഷൻ μ0I by 4πr into 2π മൈനസ് തീറ്റ എന്ന് വരും. കണ്ടോ ഇവിടെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ക്ലിയർ അല്ലേ? B2 ആണ് വലുത്. അതുകൊണ്ട് നെറ്റ് ഫീൽഡ് എടുക്കുമ്പോൾ എന്ത് വരും? B2 മൈനസ് B1 എന്ന് വരും. അപ്പോൾ B2 മൈനസ് B1 എടുക്കുമ്പോൾ കണ്ടോ അവിടെ എന്താണ്? μ0I by 4πr ഒരു കോൺസ്റ്റൻ്റ് ആണ്. ബ്രാക്കറ്റിനകത്ത് 2π മൈനസ് തീറ്റ മൈനസ് തീറ്റ എന്ന് വരും. അപ്പോൾ 2π മൈനസ് 2 തീറ്റ വരും. 2 പുറത്തേക്ക് എടുക്കുമ്പോൾ എത്ര വരും? അത് μ0I by 2πr വരും. പിന്നെ ബ്രാക്കറ്റിനകത്ത് എത്ര വരും? π മൈനസ് തീറ്റ എന്ന് വരും. മനസ്സിലായോ? യെസ്, തേർഡ് ഓപ്ഷൻ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ആർക്ക് വഴി സെൻട്രൽ ഉണ്ടാകുന്ന ഫീൽഡ് അറിയണം. ഈ ആർക്ക് വഴി സെൻട്രൽ ഉണ്ടാകുന്ന ഫീൽഡിൻ്റെ വാല്യൂ ഡയറക്ഷനും അറിയണം. വാല്യൂ ഈ ഇക്വേഷനകത്ത് തീറ്റ കൊടുത്താൽ മതി. ഡയറക്ഷൻ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് കറണ്ട് തരുന്ന ഫീൽഡ് ഇൻ ടു ദ പ്ലെയിനും ആൻറ്റി ക്ലോക്ക് വൈസ് തരുന്ന ഔട്ട് ഓഫ് ദ പ്ലെയിനുമാണ് അല്ലേ. ഇങ്ങനെയല്ലേ? അതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഔട്ട് ഓഫ് ദ പ്ലെയിനും ക്ലോക്ക് വൈസ് കറണ്ട് ഇൻ ടു ദ പ്ലെയിനും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം 2π by തീറ്റയാണ് ഇവിടെ വലിയ ആംഗിൾ. കണ്ടോ 2π മൈനസ് തീറ്റയാണ് ഇവിടെ വലിയ ആംഗിൾ. അതുകൊണ്ടാണ് B2 വലുതായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നെറ്റ് ഫീൽഡ് എടുക്കുമ്പോൾ ഒന്ന് ഔട്ട് ഓഫ് ദ പ്ലെയിനും ഒന്ന് ഇൻ ടു ദ പ്ലെയിനും ആകുമ്പോൾ നെറ്റ് ഫീൽഡ് അതിൻ്റെ ഡിഫറൻസ് വരും. അങ്ങനെയാണ് B2 മൈനസ് B1 എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, question number 14. Two charged particles M and N enter a space of uniform magnetic field with velocities perpendicular to the field. The paths are as shown below. The possible reasons are. നോക്കൂ, രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്താൽ അവർ ഫോളോ ചെയ്യുന്ന പാത്ത് എന്താണ്? സർക്കുലർ പാത്താണ്. അവർ ഫോളോ ചെയ്യുന്ന പാത്ത് സർക്കുലർ പാത്താണ്. അപ്പോൾ ആ ഐഡിയ വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫ്രെയിമിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ സർക്കുലർ പാത്ത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ കണ്ടോ ഇത് M എന്ന് പറയുന്ന പാർട്ടിക്കിളാണ്, ഇത് N എന്ന് പറയുന്ന പാർട്ടിക്കിളാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വാച്ച് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ ഇവിടെ നോക്കൂ, ഈ റേഡിയസ് ഓഫ് ദ പാത്തിൻ്റെ ഇക്വേഷൻ ഉണ്ട്. R = എന്താണ്? mv/qb ആണ്. mv/qb. അപ്പോൾ mv എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ Q/mനെയാണ് നമ്മൾ സാധാരണ ചാർജ് ടു മാസ് റേഷ്യോ നമ്മളതിനെ സാധാരണ വിളിക്കുന്ന പേര് സ്പെസിഫിക് ചാർജ് എന്നാണ്. Q/m റേഷ്യോ വിളിക്കുന്ന പേരെന്താണ്? സ്പെസിഫിക് ചാർജ് എന്നാണ്. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ നോക്കൂ, ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഈ സ്പെസിഫിക് ചാർജ് നമ്മൾ സാധാരണ ആൽഫ എന്നൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ R = P/α B എന്നെഴുതാം.
പി ബൈ ആൽഫ ബി. പി എന്ന് പറഞ്ഞാൽ എം വി, മൊമെൻറ്റം, മാസിൻ്റെ വെലോസിറ്റി മൊമെൻറ്റം. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ചാർജാണ്, ക്യൂ ബൈ എം റേഷ്യോ. ബി അപ്ലൈഡ് ഫീൽഡാണ്. ഈ കേസിൽ ബി രണ്ട് കേസിൽ സെയിം ആണ്, പക്ഷേ പിയിലും ആൽഫയിലും വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആണ്, അതായത് ആൽഫ കൂടുതലാണെങ്കിൽ റേഡിയസ് കുറവായിരിക്കും അല്ലേ, റേഡിയസ് കുറവായിരിക്കും. ഇപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആണ്, കണ്ടോ, ഇവിടെ വലിയ റേഡിയസ് എന്ന് പറയുന്നത് എന്നിനാണ്. വളരെ ക്ലിയർ ആണ്, ഇവിടെ റേഡിയസ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ റേഡിയസ് ഓഫ് എം ആണ്. ക്ലിയർ അല്ലേ? റേഡിയസ് ഓഫ് എൻ വലുതും റേഡിയസ് ഓഫ് എം ചെറുതുമാണ്. അപ്പോൾ എന്നിൻ്റെ റേഡിയസ് വലുതായതുകൊണ്ട് മൊമെൻറ്റം ഓഫ് എൻ ഗ്രേറ്റർ ദാൻ മൊമെൻറ്റം ഓഫ് എം വരും. പക്ഷേ ആൽഫ ഓഫ് എൻ ലെസ് ദാൻ ആൽഫ ഓഫ് എം വരും. ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാനൊക്കെ. ഇന്ന് ആൻസേഴ്സ് എടുത്താൽ മതി അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ വരുന്ന കണ്ടോ, മൊമെൻറ്റം ഓഫ് സ്പെസിഫിക് ചാർജ് ഓഫ് എം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എൻ എന്നുള്ള തേർഡ് ഓപ്ഷനാണ് നമുക്കിവിടെ ആൻസർ. ഓക്കെ. Two short bar magnets of equal momentum are fastened perpendicularly at their centers. The magnitude of resultant of two magnetic field at a distance d from the center on the bisector at a right triangle is. ഇപ്പോൾ രണ്ട് മാഗ്നറ്റുകൾ ഇവിടെ ഉണ്ട് അല്ലേ, രണ്ട് മാഗ്നറ്റുകളുണ്ട്. ഇത് ഒന്നാമത്തെ മാഗ്നറ്റ്, ഇത് രണ്ടാമത്തെ മാഗ്നറ്റ്. ഇപ്പോൾ ഇങ്ങനെ രണ്ട് മാഗ്നറ്റുകളുണ്ട്. ഇവരെ ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് സെൻറ്ററിൽ ഫാസ്റ്റൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. ഇവിടെ രണ്ട് മാഗ്നറ്റുകളുണ്ട്. ഇത് ഒന്നാമത്തെ മാഗ്നറ്റ്, ഇത് ഒന്നാമത്തെ മാഗ്നറ്റ്, ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ മാഗ്നറ്റ്. ഓക്കെ, ശരി. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് ഇതിൻ്റെ സൗത്ത്, ഇത് ഇതിൻ്റെ നോർത്ത്, ഇത് ഇതിൻ്റെ സൗത്ത്, ഇത് ഇതിൻ്റെ നോർത്ത് എന്നെടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ട്, അതായത് ഇങ്ങനെ, ഇതാണ് ഇതിൻ്റെ ബൈസെക്റ്റിംഗ് ലൈൻ അല്ല, പെർപെൻഡിക്കുലർ ആംഗിളിൽ ബൈസെക്റ്റ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ ഈ ലൈനിൽ വരുന്നൊരു പോയിൻ്റാണ് ഇവിടെ. സേ ദാറ്റ് പോയിൻ്റ് ഈസ് സപ്പോസ് ടു ബി പി. ഈ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡി ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ വളരെ ക്ലിയർ ആണ്, രണ്ട് ഐഡൻറ്റിക്കൽ മാഗ്നറ്റ് ആണ്. ഇത് ഒന്നാമത്തെ മാഗ്നറ്റ് ആണ്, അവൻ്റെ മൊമെൻറ്റ് M1 ഈക്വൽ ടു M ആണ്. ഇത് രണ്ടാമത്തെ മാഗ്നറ്റ് ആണ്, അവൻ്റെ മൊമെൻറ്റ് M2 ഈക്വൽ ടു M ആണ്. മൊമെൻറ്റ് ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലായിട്ടുണ്ട്, ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടുമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റുകൾ വരുന്നുണ്ട്. ഇത് ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഇങ്ങോട്ട്, അടുത്ത മാഗ്നറ്റിക് മൊമെൻറ്റ് ഇങ്ങോട്ട്. രണ്ടിൻ്റെയും വാല്യൂ M ഈച്ച് ആണ്. ഇതും M ആണ്, ഇതും M ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇങ്ങനെയായിരിക്കും വരിക അല്ലേ. യെസ്, അതെത്ര വരും? √2m അല്ലേ, √2m. ഇനി നോക്കൂ, നമ്മളെടുത്തിരിക്കുന്ന ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ആക്സിയൽ പോയിൻ്റാണ്. ഇതാണ് നമുക്ക് ആ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ട പോയിൻ്റ് P. ഇതിൽ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് D ആണ്. കണ്ടോ, അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ട് മാഗ്നറ്റിനെ നിങ്ങൾ ഒറ്റ മാഗ്നറ്റ് ആയിട്ട് എടുക്കുക. വിത്ത് മൊമെൻറ്റ് എത്രയാണ്? √2m. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്നത് ആ പുതിയ കണ്ടോ ഈ മാഗ്നറ്റിനെയും ഈ മാഗ്നറ്റിനെയും കൂടെ ഒരു സിംഗിൾ മാഗ്നറ്റ് ആക്കി വിത്ത് മൊമെൻറ്റ് √2m. അപ്പോൾ അതിങ്ങനെ വരും കറക്റ്റ് മിഡിലൂടെ, കാരണം ഈ എമ്മും ഇത് രണ്ടിനെയും മൊമെൻറ്റ് ഈക്വൽ ആണല്ലോ. അപ്പോൾ കൃത്യമായിട്ട് നെറ്റ് മൊമെൻറ്റ് ബൈസെക്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പം ആ ബൈസെക്റ്റിംഗ് ലൈനിൽ തന്നെയാണ് P ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് വരുന്ന √2m ഒരു സിംഗിൾ മാഗ്നറ്റായിട്ട് അസ്യൂം ചെയ്താൽ ഈ P എന്ന് പറയുന്ന സിംഗിൾ മാഗ്നറ്റിൻ്റെ ആക്സിയൽ പോയിൻ്റ് ആണ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്സിയൽ പോയിൻ്റ് ഇക്വേഷൻ? എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് μ0/4π2m. ഇത് P നെറ്റ് അല്ല, M നെറ്റ് അല്ല, ഒന്ന് നെറ്റ് മൊമെൻ്റ് ആണ്. കണ്ടോ, 2m നെറ്റ് ബൈ d ക്യൂബ് എന്ന് വരും. അപ്പോൾ M നെറ്റ് √2m ആണ്. ആൻസർ എത്ര വരുന്നു? μ0/4π2√2m ഡിവൈഡഡ് ബൈ d ക്യൂബ് എന്ന് വരും അല്ലേ. 15ൻ്റെ ആൻസർ 1 എന്ന് വരും. μ0/4π2√2m ബൈ d ക്യൂബ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്ലെയിൻ ഓഫ് ഡിപ്പ് സർക്കിൾ സെറ്റ് ഇൻ ദ ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് ദ അപ്പാരന്റ് ഡിപ്പ് ഈസ് Δ1. It is then set in a vertical plane perpendicular to the geographic meridian. The apparent dip angle is Δ2. The declination ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്? ജോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും ഇടയ്ക്കുള്ള ആംഗിളാണ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ മാഗ്നറ്റിക് മെറിഡിയനിൽ വെച്ച് മെഷർ ചെയ്യുന്ന ഡിപ്പിനെയാണ് ട്രൂ ഡിപ്പ് എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്ന വേറൊരു വെർട്ടിക്കൽ പ്ലെയിൻ എടുത്താൽ അതിൽ വെച്ച് മെഷർ ചെയ്യുന്ന ഡിപ്പിനെയാണ് അപ്പാരന്റ് ഡിപ്പ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, മാഗ്നറ്റിക് മെറിഡിയനിൽ നമ്മൾ ഡിപ്പിനിടയിൽ വെച്ച് ഡിപ്പ് മെഷർ ചെയ്താൽ അതാണ് ട്രൂ ഡിപ്പ്. മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്ന രീതിയിലുള്ള വേറൊരു വെർട്ടിക്കൽ പ്ലെയിൻ എടുത്തിട്ട് ആ വെർട്ടിക്കൽ പ്ലെയിനിൽ വെച്ച് മെഷർ ചെയ്യുന്ന ഡിപ്പിനെയാണ് നമ്മൾ അപ്പാരന്റ് ഡിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഐഡിയ അനുസരിച്ച് നോക്കൂ, ഇപ്പോൾ ഇതാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് വിചാരിച്ചോ. ഇത് മാഗ്നറ്റിക് മെറിഡിയൻ,
ഇത് വേറൊരു വെർട്ടിക്കൽ പ്ലെയിൻ അതർ ദാൻ മെറിഡിയൻ, മെറിഡിയൻ അല്ലാത്ത വേറെ ഏതോ ഒരു പ്ലെയിൻ അല്ലേ? യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് മാഗ്നറ്റിക് മെറിഡിയൻ. നോക്കൂ, ഇത് വേറെ ഏതോ ഒരു മെറിഡിയനാണ്. ഇത് നമ്മൾ ജോഗ്രഫിക് മെറിഡിയൻ എന്നെടുത്താൽ ഇതാണ് നിങ്ങൾ ഈ പറയുന്ന ഡിക്ലിനേഷൻ ആൽഫ എന്നുള്ള ആംഗിൾ ബിറ്റ്വീൻ ദ ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ശരിക്കും മാഗ്നറ്റിക് മെറിഡിയനിൽ വെച്ച് മെഷർ ചെയ്യുന്ന ഡിപ്പിനെയാണ് ട്രൂ ഡിപ്പ് എന്ന് വിളിക്കുന്നത്, ഡെൽറ്റ. പക്ഷേ വേറെ ഏതെങ്കിലും പ്ലെയിനിൽ വെച്ച് മെഷർ ചെയ്യുന്ന അപ്പാരന്റ് ഡിപ്പാണ്. അപ്പോൾ ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താണ് ട്രൂ ഡിപ്പ് എന്ന് പറയുന്നത്? ഇങ്ങനെയാണ്: ടാൻജന്റ് ഓഫ് ദ ട്രൂ ഡിപ്പ് ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ദി അപ്പാരന്റ് ഡിപ്പ് ഇൻറ്റു കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ആണ്. കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ആണ്. അതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്ലെയിനിനിടയ്ക്കുള്ള ആംഗിളിൻ്റെ കൊസൈനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും മാഗ്നറ്റിക് മെറിഡിയനിൽ വെച്ച് മെഷർ ചെയ്ത ഡിപ്പാണ് ഡെൽറ്റ. ഈ ജോഗ്രഫിക് മെറിഡിയനിൽ വെച്ച് മെഷർ ചെയ്ത ഡിപ്പാണ് ഡെൽറ്റ ഡാഷ്. ഈ രണ്ട് പ്ലെയിനിനിടയ്ക്കുള്ള ആംഗിൾ ആൽഫ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ക്വസ്റ്റിനകത്ത്? ദ പ്ലെയിൻ ഓഫ് ഡിപ്പ് സർക്കിൾ ഈസ് സെറ്റ് ഇൻ ദ ജോഗ്രഫിക് മെറിഡിയൻ. അപ്പോൾ ആദ്യം ഡിപ്പ് സർക്കിൾ വെച്ചിരിക്കുന്ന ജോഗ്രഫിക് മെറിഡിയനിലാണ്. അവിടെ അപ്പാരന്റ് ഡിപ്പ് എത്രയാണ്? ഡെൽറ്റ 1 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് കേസിൽ നമ്മൾ മെറിഡിയനിൽ വെച്ച് ചെയ്തപ്പോൾ, ജോഗ്രഫിക് മെറിഡിയനിൽ വെച്ച് ചെയ്തപ്പോൾ ടാൻ ഡെൽറ്റ ഈക്വൽ ടു ടാൻ ഡെൽറ്റ 1 ഇൻറ്റു കോസ് ആൽഫ എന്ന് വരുന്നു. ദാറ്റ്സ് ദ ഫസ്റ്റ് ഇക്വേഷൻ. കണ്ടോ, ട്രൂ ഡിപ്പ് ഒരു സ്ഥലത്ത് എപ്പോഴും സെയിം ആണല്ലോ. അപ്പോൾ ഈ ജോഗ്രഫിക് മെറിഡിയനിൽ വെച്ച് ചെയ്തപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി അടുത്ത്, ഇറ്റ് ഈസ് ദെൻ സെറ്റ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ജോഗ്രഫിക് മെറിഡിയൻ. അപ്പം ഈ ജോഗ്രഫിക് മെറിഡിയന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വേറൊരു വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ ശരിക്കും ജോഗ്രഫിക് മെറിഡിയൻ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഡിക്ലിനേഷൻ ആൽഫ. എങ്കിൽ ജോഗ്രഫിക് മെറിഡിയന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പ്ലെയിൻ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 മൈനസ് ആൽഫയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കേസിൽ അപ്പാരന്റ് ഡിപ്പാണ് എത്ര? ഡെൽറ്റ 2. അപ്പം അങ്ങനെയാണെങ്കിൽ ടാൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഡെൽറ്റ 2 ഇൻറ്റു കോസ് 90 മൈനസ് ആൽഫയാണ്. കോസ് 90 മൈനസ് ആൽഫ എന്താണ്? സൈൻ ആൽഫ. അപ്പം അങ്ങനെയാണെങ്കിൽ ടാൻ ഡെൽറ്റ ഈക്വൽ ടു ടാൻ ഡെൽറ്റ 2 ഇൻറ്റു സൈൻ ആൽഫ എന്ന് വരുമ്പോൾ അത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് മാറും. അപ്പം കണ്ടോ, ആ രണ്ട് ഇക്വേഷനുകൾ സോൾവ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇക്വേഷൻ 1 ഈക്വൽ 2 ആണ്. 1 ഈക്വൽ 2 രണ്ടിനും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. സോ യു ക്യാൻ പുട്ട് ഇക്വേഷൻ 1 ഈക്വൽ 2. അപ്പം അങ്ങനെ വരുമ്പോൾ നോക്കൂ, ഇറ്റ് വിൽ ബി ടാൻ ഡെൽറ്റ 1 ഇൻറ്റു കോസ് ആൽഫ ഈക്വൽ ടു ടാൻ ഡെൽറ്റ 2 ഇൻറ്റു സൈൻ ആൽഫ. അപ്പോൾ ഇതുകൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എത്ര വരും? ടാൻ ഡെൽറ്റ 1 ഡിവൈഡഡ് ബൈ ടാൻ ഡെൽറ്റ 2 എന്ന് വരും. അപ്പോൾ ആൽഫ എത്ര വരും? ടാൻ ഇൻവേഴ്സ് ടാൻ ഡെൽറ്റ 1 ബൈ ടാൻ ഡെൽറ്റ 2 എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ തേർഡ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരും. നല്ല ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയൊക്കെ ചെയ്യുക. അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ശരിക്കും പറഞ്ഞത്. ഈ ഒരു ഇക്വേഷൻ അറിയണമെന്നേ ഉള്ളൂ. മെറിഡിയനിൽ വെച്ച് മെഷർ ചെയ്യുന്ന ഡിപ്പ് ട്രൂ ഡിപ്പ്, വേറെ ഏതെങ്കിലും പ്ലെയിനിൽ വെച്ച് മെഷർ ചെയ്യുന്ന ഡിപ്പ് അപ്പാരന്റ് ഡിപ്പ്. അവർ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയാണ്. അതിൽ ഈ ആൽഫ എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ വേറൊരു പ്ലെയിനിൽ വെച്ച് അപ്പാരന്റ് ഡിപ്പ് മെഷർ ചെയ്യുന്നില്ലേ, ആ പ്ലെയിന് മെറിഡിയനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ജോഗ്രഫിക് മെറിഡിയൻ ആയതുകൊണ്ട് ഇത് ആൽഫ എടുത്തു. ഈ ജോഗ്രഫിക് മെറിഡിയന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ ആൽഫയുടെ വാല്യൂ 90 മൈനസ് ആൽഫയാവും. ഒരു സ്ഥലമായാലും ട്രൂ ഡിപ്പ് സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്തെടുക്കും. വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 17. In the circuit shown below, the key is closed at t equal 0. The current through the battery is. അതായത് t equal 0 എന്ന് പറയുന്ന സമയത്ത് കറണ്ട് സ്വിച്ച് ഓൺ ചെയ്തു അല്ലേ? അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇൻഡക്ടർ കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇൻഡക്ടർ കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. പക്ഷേ സ്വിച്ച് ഓൺ ചെയ്ത് കുറേ കഴിഞ്ഞ് സർക്യൂട്ട് സ്റ്റഡി ആകുമ്പോൾ ഇൻഡക്ടർ കറണ്ടിനെ ബൈപ്പാസ് ചെയ്യും. ഇതാണ് തിയറി. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ കറണ്ട് അലോ ചെയ്യില്ല. കാരണം ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇൻഡക്ടർ ഒരു ഇൻസുലേറ്ററിനെ പോലെ ബിഹേവ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വരുന്ന കറണ്ട് എടുത്താൽ I1 ഇങ്ങനെ വരുന്നു, അത് നേരെ വന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ, ഇൻസുലേറ്റർ കറണ്ട് അലോ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ മാത്രമേ അവിടെ I1 ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇതിൽ കറങ്ങി തിരിഞ്ഞിങ്ങനെ വരും. അങ്ങനെ ക്ലിയർ ആണ്. I1 ഈക്വൽ എത്രയാണ്? V/R2. അപ്പം t equal 0 എന്ന് പറയുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എത്ര വരുന്നു? I1 V/R2 എന്ന് വരുന്നു. ഇനി t equal ഇൻഫിനിറ്റി ആയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കണ്ടു. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം. t equal 0 സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തും t equal ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ സ്റ്റഡി സ്റ്റേറ്റ് ആയതിനു ശേഷവുമുള്ള കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ t equal 0 സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ ഇൻസുലേറ്ററിനെ പോലെ ആക്ട് ചെയ്ത് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് കറണ്ടിൻ്റെ പാത ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറേ സമയമായി
കുറേ സമയമായി, t ഇൻഫിനിറ്റി എത്തി എന്ന് വെച്ചാൽ സർക്യൂട്ട് എന്തായി, സ്റ്റഡിയായി. സർക്യൂട്ട് സ്റ്റഡി ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇൻഡക്ടറിൻ്റെ സ്വഭാവം മാറും. ഇൻഡക്ടർ കറണ്ടിനെ ബൈപ്പാസ് ചെയ്യും, തടയത്തില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന കറണ്ട് I2 എടുത്താൽ അത് ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെയും പോയിട്ടായിരിക്കും തരിക. അപ്പോൾ t ഇൻഫിനിറ്റി എന്ന് പറയുന്ന സമയത്ത് കറണ്ട് എത്രയെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ വരും. അറ്റ് t ഇൻഫിനിറ്റി എടുത്താൽ കറണ്ട് I2 വിൽ ബി അപ്ലൈഡ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എത്ര വരും നോക്കൂ. ആ കേസിൽ ഇവിടെ R1 R2 കൂടെ പാരലായിട്ട് വരും, കാരണം ഇതിലൂടെയും കറണ്ട് ഉണ്ട് ഇതിലൂടെയും കറണ്ട് ഉണ്ട്. അപ്പോൾ എത്ര വരും, R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2, R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും ഇവിടുത്തെ ആൻസർ എടുക്കുമ്പോൾ നമുക്ക് t ഇൻഫിനിറ്റി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് V ഇൻറ്റു R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ R1 R2 എന്ന് വരും. ഇങ്ങനെയല്ലേ വരുന്നത്? യെസ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും t ഇൻഫിനിറ്റി എന്ന് പറയുന്ന സമയത്ത് കറണ്ട് വരുന്നത്. അപ്പോൾ t 0 എന്ന് പറയുന്ന സമയത്ത് കറണ്ട് V/R2 ആണ്. ഇത് വരും. t ഇൻഫിനിറ്റി ആകുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് വരും കറണ്ട് അല്ലേ, V ഇൻറ്റു R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ R1 R2 എന്ന് വരും. ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. The rate of change of current is 500 ampere per second at the instant the key is pressed in the circuit shown in the figure below. The current through the circuit is അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കിയത് വളരെ ഈസിയാണ്. സ്വിച്ച് ഓൺ ചെയ്തു, പിന്നെ അതൊരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു അല്ലേ. ഇതൊരു ബാറ്ററി, ഒരു ഇൻഡക്ടർ, ഒരു റെസിസ്റ്റർ, ഇത് മൂന്നുമുള്ള സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്താൽ, KVL കിർച്ചോഫ് വോൾട്ടേജിൽ അപ്ലൈ ചെയ്താൽ, എന്നാൽ അപ്ലൈഡ് വോൾട്ടേജ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എ റെസിസ്റ്റർ പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഇൻഡക്ടർ ആണ്. അപ്ലൈഡ് വോൾട്ടേജ് 60 ആണ്, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ IR ആണ്, ഇൻഡക്ടർ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് L ഇൻറ്റു di/dt ആണ്. അപ്പോൾ 60 ഈക്വൽ ടു I എത്രയാണെന്ന് ചോദിച്ചാൽ കറണ്ട് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, അത് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്, 55. അപ്പോൾ 55I പ്ലസ് ഇൻഡക്ടറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 10 മില്ലി ഹെൻറി. അപ്പോൾ 10 ഇൻറ്റു 10⁻³ പിന്നെ di/dt കണ്ട കറണ്ട് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് 500 ആംപിയർ പെർ സെക്കൻഡ് അല്ലേ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇത് എത്ര വരും, 5 വരും. അപ്പോൾ 55I ഈക്വൽ 55 എന്ന് വരും. അപ്പോൾ I ഈക്വൽ എത്ര വരും, 1 ആംപിയർ എന്ന് വരും. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ആണ്, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പോൾ ഇവിടെ ക്രിച്ചോഫിൻ്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാം. എന്താ ക്രിച്ചോഫിൻ്റെ വോൾട്ടേജ് ലോ പറയുന്നത്, അപ്ലൈഡ് വോൾട്ടേജ് ഈക്വൽ ടു ദ സം ഓഫ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഓൾ ദ കമ്പോണൻസ് ഇൻ ദ ലൂപ്പാണ്. ഈ ലൂപ്പിനകത്ത് 2 കമ്പോണൻ്റ് ഉണ്ട്, റെസിസ്റ്റർ ഇൻഡക്ടറും. റെസിസ്റ്റൻസിലെ വോൾട്ടേജ് ഡ്രോപ്പ് I ഇൻറ്റു R ആണ്, ഇൻഡക്ടറിലെ വോൾട്ടേജ് ഡ്രോപ്പ് L ഇൻറ്റു di/dt ആണ്. അങ്ങനെയാണ് V ഈക്വൽ VR പ്ലസ് VL എന്ന് എഴുതിയിട്ട് V60 എന്ന് കൊടുത്തു, VR IR എന്നും കൊടുത്തു, VL L ഇൻറ്റു di/dt എന്നും കൊടുത്തു. എന്നിട്ട് I ഒഴികെ എല്ലാ ടേമും ഉണ്ട്, R ഉണ്ട്, L ഉണ്ട്. di/dt കറണ്ട് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ആണ് 500 ആംപിയർ പെർ സെക്കൻഡ്. ഓക്കെ, ദാറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 19. നോക്കൂ, ഇവിടെ റെസിസ്റ്റൻസ് 50 ഓം ആണ്. നോക്കിവിടെ ഇൻ ദ സീരീസ് LCR സർക്യൂട്ട് ദ വോൾട്ട്മീറ്റർ ആൻഡ് അമീറ്റർ റീഡിങ്സ് ആർ, അതാണ് ക്വസ്റ്റ്യൻ. നോക്കിവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഒരു LCR സർക്യൂട്ടാണ്, AC കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു LCR സർക്യൂട്ട് തന്നാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന സർക്യൂട്ട് റെസൊണൻസിലാണോ അല്ലയോ എന്നുള്ള കാര്യമാണ്. ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം, ഇവിടെ എന്താണ്, സർക്യൂട്ട് റെസൊണൻസിലാണ്. എങ്ങനെ മനസ്സിലായി? കാരണം കണ്ടോ, ഇൻഡക്ടറിലെ വോൾട്ടേജ് ഡ്രോപ്പും 400 ആണ്, കപ്പാസിറ്ററിലെ വോൾട്ടേജ് ഡ്രോപ്പും 400 ആണ്. ഈ കേസിൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഇൻഡക്ടറും കപ്പാസിറ്റർ ഈക്വൽ ആയതുകൊണ്ട് ഇത് ഏതവസ്ഥയിലാണ്, റെസൊണൻസിലാണ്. ഈ LCR സർക്യൂട്ട് റെസൊണൻസിലാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ അമീറ്ററിൻ്റെ ആ വോൾട്ട്മീറ്ററിൻ്റെ റീഡിംഗ് ആണ്. എല്ലാവർക്കും അറിയാം, ഈ വോൾട്ട്മീറ്റർ റീഡിംഗ് റെസിസ്റ്റൻസിന് അക്രോസ് ആയാലും ഡ്രോപ്പാണ്. നമുക്കറിയാമല്ലോ, LCR റെസിസ്റ്റൻസിലായാൽ അപ്ലൈഡ് വോൾട്ടേജ് മുഴുവൻ റെസിസ്റ്റൻസിൽ ഒറ്റയ്ക്ക് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ അപ്ലൈഡ് വോൾട്ടേജ് 100 ആണ്. അപ്പോൾ ഈ 100 വോൾട്ട് മുഴുവൻ റെസിസ്റ്റൻസിൽ വന്ന് ഒറ്റയ്ക്ക് ഡ്രോപ്പ് ചെയ്യും. ഇവിടുത്തെ നെറ്റ് ഡ്രോപ്പ് 0 ആണ്. അപ്പോൾ ഈ 100 ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് വോൾട്ട്മീറ്റർ റീഡിംഗ് എത്ര വരും, 100 എന്ന് വരും. അപ്പോൾ വോൾട്ട്മീറ്റർ റീഡിംഗ് 100. പിന്നെ അമീറ്റർ റീഡിംഗ് കറണ്ടാണ്. കറണ്ട് എന്ന് പറയുന്നത് ഇതുവഴി പോകുന്ന കറണ്ടാണ്. നമുക്ക് റെസിസ്റ്റൻസിലാകുമ്പോൾ കറണ്ട് റെസിസ്റ്റൻസിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈഡ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എടുക്കുക. 100/50 എത്ര ആംപിയർ വരും, 2 ആംപിയർ. സോ ഓപ്ഷൻ 1. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, അതൊക്കെ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. റെസൊണൻസിലായിട്ടുള്ള LCR സർക്യൂട്ടിൻ്റെ ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 20. ഇൻ ദ സർക്യൂട്ട് ദ AC സോഴ്സ് ഹാസ് എ വോൾട്ടേജ് V ഈക്വൽ 20 cos ωt വിത്ത് ഒമേഗ ഈക്വൽ 2000 റേഡിയൻ പെർ സെക്കൻഡ്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് വിൽ ബി നിയറസ്റ്റ് ടു. കണ്ടോ, എന്ത് സർക്യൂട്ടാണ്? ഇതൊരു LCR സർക്യൂട്ടാണ്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഒരു ഇൻഡക്ടർ ഉണ്ട് 5 മില്ലി ഹെൻറി, പിന്നെ ഒരു കപ്പാസിറ്റർ ഉണ്ട് 50 മൈക്രോഫാരഡ്, 2 റെസിസ്റ്റേഴ്സ് ഉണ്ട് 6 ഓമും 4 ഓമും, പിന്നെ ഒരു അപ്ലൈഡ് വോൾട്ടേജും ഉണ്ട്. കണ്ടോ, ഈ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ
ഇക്വേഷൻ തന്നിരിക്കുന്നുണ്ട്. V = 20 cos ωt എന്നാണ് കണ്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് 20 ആണ്. പിന്നെ ഒമേഗ തന്നിട്ടുണ്ട് 2000 radian/second ആണ്. ഇവിടുത്തെ കറണ്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, കറണ്ടാണ്. LCR സർക്യൂട്ടിലെ കറണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? ദാറ്റ് ഈസ് കണ്ടോ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട്. അപ്പോൾ പീക്ക് കറണ്ടാണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് വെച്ചാൽ മാക്സിമം കറണ്ടാണ്. മാക്സിമം കറണ്ട് എത്രയാണ്? മാക്സിമം വോൾട്ടേജ് ബൈ ഇമ്പിഡൻസ് ആണ്. മാക്സിമം വോൾട്ടേജ് എത്രയാണ് ഇവിടെ? കണ്ടോ, പീക്ക് വോൾട്ടേജ് 20 ആണ്. ഇമ്പിഡൻസ് അറിയാമല്ലോ, ഒരു LCR ആകുമ്പോൾ R² + XL ഡിഫറൻസ് XC ദ ഹോൾ സ്ക്വയർ എന്നാണ്. എല്ലാം തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ആറിൻ്റെ വാല്യൂ കണ്ടോ, 2 റെസിസ്റ്റൻസ് ഉണ്ട്. 6ഉം 4ഉം കൂടെ 6 10 ആണ്. 6ഉം 4ഉം കൂടെ വരുമ്പോൾ റെസിസ്റ്റൻസ് എത്രയാണ്? 10 ohm ആണ്. പിന്നെ XL = L ഒമേഗയാണ്. L എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, എത്രയാണ്? 5 മില്ലി ഹെൻറി. കണ്ടോ, ഒമേഗ നേരിട്ട് 2000 അപ്പോൾ എത്ര? 2000 × 5 10,000 വരും. അപ്പോൾ 10 ohm. XL = 10 ohm വരും. പിന്നെ XC എത്ര വരും? 1/C ഒമേഗ വരും. ദാറ്റ് ഈസ് 1/C എത്രയാണ്? C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 50 മൈക്രോ ഫാരഡ് ആണ്. പിന്നെ ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്? 2000 ആണ്. 2000 അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2000 × 5 10,000 വരും. അപ്പം 1/10 അല്ലേ? 10 തന്നെ അല്ലേ? XC 10 അല്ല, XC 10 തന്നെയല്ലേ? ശരിയല്ലേ? ഓക്കെ. കാരണം 2000 × 50 എന്ന് പറയുമ്പോൾ 1 lakh ആണ്. 10⁵ ആണ്. 10⁵ 10⁻6 is 10⁻1. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 10 വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമുക്കിവിടെ. XC = എന്താണ്? XL ആണ്. കണ്ടോ, XC = XL ആണ്. ക്ലിയർ ആണ്? കണ്ടോ, ഇവിടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം റെസൊണൻസിലാണ്. കണ്ടോ, ഈ LCR സർക്യൂട്ട് എന്താണ്? റെസൊണൻസിലാണ്. XC = XL ആയ റെസൊണൻസ് അല്ലേ? യെസ്. അപ്പോൾ XC = XL ആയ റെസൊണൻസ് ആണ്. റെസൊണൻസ് ആണെങ്കിൽ കറണ്ട് ആകെ റെസൊണൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പം ഇവിടുത്തെ കറണ്ട് ചോദിക്കുമ്പോൾ കണ്ടോ, ഇതാണ് ഇക്വേഷൻ ശരിക്കും. പക്ഷേ XL XC ഈക്വൽ ആയതുകൊണ്ട് XL ഡിഫറൻസ് XC 0 ആയിപ്പോവും. പിന്നെ കറണ്ട് കണ്ടോ, 20/R മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. R എത്രയാണ്? 6 + 4 10 ohm. അപ്പോൾ 20/2 20/10. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 2 ആംപിയർ. കണ്ടോ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? കറണ്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, 21 നോക്കൂ. The output sinusoidal current versus time curve for a rectifier is given. The average value of output current in this case. Clear അല്ലേ? ഇവിടെ നമുക്ക് നോക്ക്, ഇതൊരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ എത്രയാണ്? 2I0/π. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. 2I0/π is the answer. അത് നോക്കൂ, a radio station on the surface of the earth റേഡിയേറ്റ്സ് 50 kW. അപ്പോൾ റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, എർത്തിൻ്റെ സർഫസിലാണ്. അത് റേഡിയേറ്റ് ചെയ്യുന്നത് 50 kW പവർ സിഗ്നലാണ്. ഇഫ് ട്രാൻസ്മിറ്റർ റേഡിയേറ്റ്സ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ് എബോവ് ദ സർഫസ് ഓഫ് ദി എർത്ത്. കണ്ട, സർഫസിന് മുകളിലോട്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എർത്തിൻ്റെ സർഫസ് ഞാൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ റേഡിയോ ട്രാൻസ്മിഷൻ നടക്കുന്നത് ആക്ച്വലി ഇങ്ങനെയാണ്. ഈ രീതിയിലാണ് അവിടെ റേഡിയോ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതൊരു ഹെമിസ്ഫിയറിലാണ് നടക്കുന്നത് അല്ലേ? കാരണം എർത്തിനകത്തോടെ റേഡിയോ സിഗ്നൽ അയക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് ഇവിടുത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്? ഇൻറ്റൻസിറ്റി പവർ ബൈ ഏരിയ ആണ്. അപ്പോൾ P/area 2πr² എടുക്കുള്ളൂ. കാരണം ഇതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ കണ്ടോ, ഹാഫ് സ്പിയറിൽ, അതായത് ഇവിടുന്ന് ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ഇങ്ങനെ ഒരു ഹെമിസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്താണ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത് പവർ ബൈ ഏരിയ ആണ്. P/2πr². 4πr² ഫുൾ സ്പിയറിൻ്റെ ഏരിയ ആണെങ്കിൽ 2πr² ഹാഫ് സ്പിയറിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഈ കളത്തിൽ വരുന്നു P/2πr² എന്ന് വരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫീൽഡ് ഡിറ്റക്റ്റഡ് 100 km away? അപ്പം കണ്ടോ, 100 km അകലെയുള്ള ഡിസ്റ്റൻസിലാണ് സിഗ്നൽ എത്തുന്നത്. അപ്പോൾ ഇവിടുന്ന് റേഡിയോ സ്റ്റേഷനാണ്. റേഡിയോ സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്ത് 100 km അകലെയുള്ള പോയിന്റിലേക്ക് സിഗ്നൽ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 12ε0 × E0² ആണ് അല്ലേ? അപ്പോൾ ചുരുക്കത്തിൽ 100 km റേഡിയസ് ഉള്ള, കണ്ടോ, 100 km റേഡിയസ് ഉള്ള ഒരു എന്താണ്, ഇപ്പം നമുക്കിവിടെ ഇപ്പോൾ റേഡിയോ സ്റ്റേഷൻ ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാം പോകും, ശരിയല്ലേ? അപ്പം 100 km റേഡിയസ് ഉള്ള ഒരു പാത്തിലൂടെയാണ്, ഒരു റീജിയനിലാണ് ഈ റേഡിയോ വേവ്സിൻ്റെ സ്പ്രെഡിങ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ ഇൻറ്റൻസിറ്റി P/2πr എന്ന് വരും. പിന്നെ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സോഴ്സ്, അറ്റ് ദ ഡെസ്റ്റിനേഷൻ E0 ആണെങ്കിൽ ഇൻറ്റൻസിറ്റി 12ε0 E0² വരും. ഇത് രണ്ടും കൂടെ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. P/2πr² = 12ε0 × E0². അതിൽ നിന്ന് സോൾവ് ചെയ്ത് E0 കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഡയറക്റ്റ് ആണ്. പവർ തന്നിട്ടുണ്ട് 50 kW.
2 പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ അല്ലേ, എത്രയാണ് ഇവിടെ 100 കിലോമീറ്റർ അവേ ആണ്. അപ്പം ആർ സ്ക്വയർ എന്ന് പറയുന്നത് 100 കിലോമീറ്റർ സ്ക്വയർ. അപ്പോൾ 100 ഇൻറ്റു 10⁻³ സ്ക്വയർ എന്ന് വരും, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ε0 ഈസ് 8.85 ഇൻറ്റു 10⁻12 ഇൻറ്റു E0 സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഇത് പോകുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കിത് ഈ ആൻസറാണ് കിട്ടുന്നത്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ കേസിൽ വന്നിരിക്കുന്നത് ഫ്രം ദ ചാപ്റ്റർ ദ കമ്മ്യൂണിക്കേഷൻസ് അല്ലേ. ഓക്കെ, question number 23. The RMS value of the electric field of the light coming from the sun is 720 Newton per Coulomb. ഇലക്ട്രിക് ഫീൽഡ് RMS വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ദ ആവറേജ് ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റ്. അതെല്ലാവർക്കും അറിയാമല്ലോ. ആവറേജ് എനർജി ഡെൻസിറ്റി എത്രയാണ്? ഹാഫ് ε0 E0 സ്ക്വയർ ആണ്. ഇതാണ് ആവറേജ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ E0 എന്ന് പറയുന്നത് എന്താണ്? ആ വരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂ ആണ്. വളരെ ശ്രദ്ധിക്കുക, E0 ഇസ് ദ പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് റീച്ചിങ് ആണ്. ഈ തന്നിരിക്കുന്ന RMS വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. RMS വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ പീക്ക് വാല്യൂ എടുക്കുമ്പോൾ ഈ RMS ആണ് 720 തന്നിരിക്കുന്നത്. അപ്പോൾ പീക്ക് വാല്യൂ എടുക്കുമ്പോൾ എത്ര വരും? √2 ടൈംസ് ദ RMS വാല്യൂ ആണ്. അതായത് എത്ര വരും? 720 √2 എന്ന് വരും. അപ്പോൾ ഇവിടെ E0ക്ക് വരെ 720 √2 കൊടുക്കുക. ε0യുടെ വാല്യൂ നിങ്ങൾക്കറിയാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടും? എനർജി ഡെൻസിറ്റി കിട്ടും. വളരെ ഡയറക്റ്റ് ആണ്. ആവറേജ് എനർജി ഡെൻസിറ്റി കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന്. 24. ഇൻ ദ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ദ ഇന്റർഫറൻസ് പാറ്റേൺ ഈസ് ഫൗണ്ട് ടു ഹാവ് ആൻ ഇന്റൻസിറ്റി റേഷ്യോ ബിറ്റ്വീൻ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ആസ് 9. ദിസ് ഇംപ്ലൈസ് ദാറ്റ്. എന്താണ് ഇന്റൻസിറ്റി റേഷ്യോ മാക്സിമം ആൻഡ് മിനിമം? I max to I minimum റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഫസ്റ്റ് സ്ലിറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇൻറ്റൻസിറ്റി I1 സെക്കൻഡ് സ്ലിറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇൻറ്റൻസിറ്റി I2 ആണെങ്കിൽ I max എത്ര വരും? √I1 + √I2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ √I1 - √I2 ദ ഹോൾ സ്ക്വയർ ആണ്. കണ്ടോ, ഈ I max to I minimum റേഷ്യോ ആണ് 9 എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്ത് എന്താ മതി? നമുക്കപ്പോൾ ഇത് റൂട്ട് എടുക്കുക. അതിപ്പോൾ √I1 + √I2. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സോൾവ് ചെയ്ത് I1 I2 റേഷ്യോ ഇൻറ്റൻസിറ്റി റേഷ്യോയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ശരി. ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ശരി. അടുത്ത, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് റേഷ്യോ ഓഫ് മാക്സിമം ടു മിനിമം ഇൻറ്റൻസിറ്റീസ് ഓഫ് ദി ഫ്രിഞ്ച് സിസ്റ്റം ഈസ് 4. വീണ്ടും സെയിം തന്നെ, I max to I minimum. I max by I minimum റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ദ റേഷ്യോ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ആണ്. നേരത്തെ ഇൻറ്റൻസിറ്റി എന്താണ്? I max to I minimum ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ A1 + A2 ഡിവൈഡഡ് ബൈ A1 - A2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് 4 എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്ത് A1/A2 കണ്ടുപിടിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? ആൻസർ കിട്ടുന്നു. സോൾവ് ചെയ്ത് കണ്ടു. ഇത് രണ്ട് കേസാണ്. അതായത് രണ്ട് സ്ലിറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീസിൻ്റെ ടേമിൽ എന്താണ്? I max to I minimum റേഷ്യോ. പിന്നെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേമിലും I max to I minimum റേഷ്യോ. അത്രേ ഉള്ളൂ. വളരെ ഡയറക്റ്റ്. The distance between the first and sixth minima in diffraction pattern of a single slit is 0.5 millimeter. First and sixth minimum. First and sixth minimum എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ 5 ബീറ്റയാണ് ആ സെപ്പറേഷൻ. 5 ബീറ്റ അല്ലേ? ഫസ്റ്റ് മിനിമം, സിക്സ്ത് മിനിമം. അപ്പോൾ ഇതിനിടയ്ക്ക് 5 ഫ്രിഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്ത് 5 ബീറ്റയാണ്. ശരിയല്ലേ? ഓക്കെ, 5 ബീറ്റ. The distance between the first and sixth minimum in the diffraction pattern of a single slit is 0.5 millimeter. The screen is 0.5 meter away from the slit. If the wavelength of light used is 5000, then the slit width ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 5 ബീറ്റയാണ് ഈ പറയുന്ന 0.5 millimeter എന്ന് തന്നിരിക്കുന്നത്. കണ്ടോ, the distance between the first and sixth minimum ആണ് നമുക്ക് 0.5 millimeter എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ബീറ്റ എത്ര വരും? 0.1 millimeter വരും. എന്താണ് ബീറ്റ? d(λ/d) = 0.1 millimeter. ക്യാപിറ്റൽ D എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് 0.5. സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള സെപ്പറേഷൻ. ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് 5000 ആങ്സ്ട്രോം അല്ലേ? സ്മോൾ d എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സ്ലിറ്റ് വിഡ്ത്ത് എത്രയെന്ന് ക്വസ്റ്റ്യൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. ഓക്കെ, ശരി. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ? A fish looking up through the water sees the outside world contained in a circular horizon. If the refractive index of water is 4/3 and fish is 12 cm below surface, the radius of the circle in centimeter. വളരെ ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നേരിട്ട് ഫോർമുലയാണ്. നമുക്കൊരു ഫിഷ് ടാങ്ക് ഇങ്ങനെ വരുന്നു. അല്ലേ? ഓക്കെ, ലിക്വിഡ് സർഫസ് ഉണ്ട്. ഇതാണ് സർഫസിലെ ലിക്വിഡ്. ഇവിടെ ഒരു ഫിഷ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് അത് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിങ്ങനെ ഒരു കോണിലൂടെ ആയിരിക്കും ഔട്ട്സൈഡ് വേൾഡിനെ കാണുക. ഒരു കോണിലൂടെയാണ്. ഇതിൻ്റെ ഹൈറ്റ് h ആണെങ്കിൽ ഇങ്ങനെ ഒരു കോണിലൂടെയാണ് ഇത് ഔട്ട്സൈഡ് വേൾഡിനെ കാണുക. അതിന് കാരണം എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഈ വെള്ളത്തിനകത്ത് കിടക്കുന്ന ഫിഷ് പുറം ലോകത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കോണിലൂടെ ആയിരിക്കും പുറത്തേക്ക് കാണുക. ഈ കോണിൻ്റെ റേഡിയസ് r എന്ന് പറയുന്നത്
അതിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്നുകിൽ h ഇൻറ്റു ടാൻ തീറ്റ സി എന്നെടുക്കും. തീറ്റ സി ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അല്ലെങ്കിൽ ആർ ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ മ്യൂ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ഇത് രണ്ടും ഒന്ന് തന്നെ. ടാൻ തീറ്റ സിയുടെ വാല്യൂ ക്രിട്ടിക്കൽ ആംഗിൾ ടാൻജൻ്റ് ആണ് എന്ത് വരുന്നത് 1/√of മ്യൂ സ്ക്വയർ മൈനസ്. നമ്മൾ നേരിട്ട് കൊടുത്താൽ മതി. h എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. മ്യൂ എന്ന് പറയുന്നത് 4/3. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 4/3യുടെ സ്ക്വയർ, അപ്പോൾ 16/9 മൈനസ് 1ൻ്റെ റൂട്ട് എന്ന് വരും. അപ്പം 9 അങ്ങ് മുകളിൽ പോവും അല്ലേ. അപ്പോൾ 12 × 3 വരും, ഡിവൈഡ് ബൈ √7 എന്ന് വരും. ശരിയാണല്ലോ. ഡി ഓപ്ഷൻ ആൻസർ. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടേക്ക് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ. A ray is incident at an angle of incidence I on one surface of a prism of small angle A and emerges normally from opposite surface. If the refractive index of the material of the prism is mu, the angle of incidence I is nearly equal to. A ray is incident. നോക്കൂ, ഇതൊരു സ്മോൾ ആംഗിൾഡ് പ്രിസമാണ്. കണ്ടോ, ഒരു ചെറിയ സ്മോൾ ആംഗിൾഡ് പ്രിസമാണിത്. കണ്ടെങ്കിൽ ഒരു സ്മോൾ ആംഗിൾഡ് പ്രിസം. അതിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഒരു ഫേസിലേക്ക്. അപ്പോൾ ഇതാണ് ബേസ് ഓഫ് ദ പ്രിസം എന്ന് പറയുന്നത്. ഒരു സൈഡിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നു അല്ലേ. ഓക്കെ, റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ഇതാണ് ഇവിടുത്തെ നോർമൽ ആണല്ലോ. ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ദ പ്രിസം എ. കണ്ടോ. ആൻഡ് എമർജസ് നോർമലി ഫ്രം ഓപ്പോസിറ്റ് ഫേസ്. ഈ റേ അപ്പുറത്തെ ഫേസിലൂടെ ഇങ്ങനെ നോർമലായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അതായത് പെർപെൻഡിക്കുലറായിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്തുകൊണ്ട്. കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ R1 അല്ലേ. ഇവിടെ കണ്ടോ, നോർമലായിട്ട് ഇറങ്ങി പോകാമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം R2ഉം 0 ആണ്, I2ഉം 0 ആണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദ സെക്കൻഡ് ഫേസും അതുപോലെ തന്നെ എന്താണ് ആംഗിൾ ഓഫ് എമർജൻസ് I2 എന്താണ് 0 ആണ്. എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. വളരെ എളുപ്പമല്ല, എല്ലാവർക്കും അറിയാം. R1 + R2 = A ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് R2 0 ആയതുകൊണ്ട് R എത്രയാണ് A ആണ്. ശരിയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്തൂടെ. അപ്പോൾ ഇവിടുത്തെ മ്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് സ്നെൽസ് ലോ കൊടുത്താൽ 1 × sin I = മ്യൂ ഇൻറ്റു എന്ത് വരും sin R1 എന്ന് വരും അല്ലേ. R1 = A ആണ്. മാത്രമല്ല നിങ്ങൾക്കറിയാം സ്മോൾ ആംഗിൾഡ് പ്രിസംസ് ആണ്. ആംഗിൾസ് എല്ലാം വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആംഗിൾ വളരെ ചെറുതാകുമ്പോൾ സൈൻ തീറ്റ ഓൾമോസ്റ്റ് ഈക്വൽ തീറ്റയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആംഗിൾസ് വളരെ ചെറുതായതുകൊണ്ട് സ്മോൾ ആംഗിൾ പ്രിസമാണ്. ആംഗിൾസ് എല്ലാം ചെറുതായതുകൊണ്ട് സൈൻ I = I എന്ന് എടുക്കാം. മ്യൂ ഇൻറ്റു സൈൻ R1 = നിയർലി R1 എന്ന് എടുക്കാം. R1 A ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ആൻസർ എത്ര വരുന്നു മ്യൂ എന്ന് ആൻസർ. Okay, left. The focal length of field achromatic combination of telescope is 90 centimeter. The dispersive power of the lenses are 0.024 and 0.036 respectively. The focal length will be. അതായത് ഒരു അക്രോമാറ്റിക് ഡബിലറ്റ് ആണ് ക്രോമാറ്റിക് അബറേഷൻ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നത്. അതിനകത്ത് 2 ലെൻസ് ഉണ്ട്. അപ്പോൾ ആ 2 ലെൻസുകളുടെ ഡിസ്പേഴ്സീവ് പവറാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അക്രോമാറ്റിക് കോമ്പിനേഷൻ്റെ കണ്ടീഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ω1/f1 + ω2/f2 = 0. ഇതാണ് അക്രോമാറ്റിക് കോമ്പിനേഷൻ്റെ കണ്ടീഷൻ. അക്രോമാറ്റിക് ഡബിളിങ്ങിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതെത്ര വരും 0.024/f1 + 0.036/f2 = 0. അപ്പോൾ എത്ര വരും? ഇത് ഇങ്ങനെ വരും. കണ്ടോ, ഇത് 24/f1 എന്ന് എഴുതാം. കണ്ടോ, അപ്പോൾ ഇത് 2/f1 + 3/f2 = 0. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര വരും നോക്കൂ. 2/f1 = -3/f2 എന്ന് വരും. അല്ലെങ്കിൽ f1 എത്ര വരും? ഇറ്റ് ഈസ് -2/3f2 എന്ന് വരും. ലെറ്റ് us put it as ഫസ്റ്റ് ഇക്വേഷൻ. കണ്ടോ, ഇതാണ് ഒരു അക്രോമാറ്റിക് ഡബിലറ്റിൻ്റെ കണ്ടീഷൻ. ω1/f1 + ω2/f2 = 0 ആണ്. സോൾവ് ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് f1ൻ്റെ റിലേഷൻ ഇങ്ങനെ കിട്ടുന്നു. ഇനി കണ്ടോ, ഇതിൻ്റെ കമ്പൈൻഡ് ഫോക്കൽ ലെന്ത് 1/90 ആണ്. അപ്പോൾ എത്ര വരും? 1/f1 + 1/f2 = 1/90 എന്ന് വരും. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 2. ഇത്രേ ഉള്ളൂ. കണ്ടോ, അക്രോമാറ്റിക് ഡബിലറ്റ് ആകുമ്പോൾ 2 ലെൻസുകൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തേൻ്റെ ഫോക്കൽ ലെന്ത് f1 രണ്ടാമത്തേൻ്റെ ഫോക്കൽ ലെന്ത് f2 ആണെങ്കിൽ എഫക്റ്റീവ് 1/f = 1/f1 + 1/f2 വെച്ച് കിട്ടി. ഈ 2 ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് f1 f2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇതൊക്കെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പ്രയാസമില്ല. നേരിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. സൊല്യൂഷൻസ് ഒക്കെ ചെയ്ത് നോക്കണം. മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളൊക്കെ ഞാൻ കുറച്ച് ഒഴിവാക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഐഡിയ മാത്രം പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത, ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫോർ ദ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം എ മെറ്റൽ സർഫസ് ഓഫ് വർക്ക് ഫംഗ്ഷൻ 1.7 ഇലക്ട്രോൺ വോൾട്ട് ഈസ് 10.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? കൈനറ്റിക് എനർജിയെ ഇല്ലാതാക്കി നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക്
ഫോട്ടോ ഇലക്ട്രോഡ്സ്, അതായത് ഒരു മെറ്റാലിക് സർഫസിലേക്ക്, സംഭവം അങ്ങനെയല്ല, നിങ്ങൾക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഐഡിയ നിങ്ങൾക്കറിയാം, ഒരു മെറ്റാലിക് സർഫസിലേക്ക് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇങ്ങനെ കൊടുക്കുന്നു Hnu എന്നുള്ള പേരിൽ. ഇതിൽ കുറച്ച് ഇവിടുത്തെ വർക്ക് ഫംഗ്ഷൻ ഓവർകം ചെയ്ത് ബാക്കി കൈനറ്റിക് എനർജി ആർത്തി പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അനുസരിച്ച് Hnu = കൈനറ്റിക് എനർജി പ്ലസ് വർക്ക് ഫംഗ്ഷനാണ്. തിരിച്ചെഴുതിയാലും മതി, വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജിയാണ്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന കൈനറ്റിക് എനർജിയെ 0 ആക്കി ഈ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിനെ സ്റ്റോപ്പ് ചെയ്യാൻ കൊടുക്കുന്ന റിവേഴ്സ് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ 10.4 ഇലക്ട്രോൺ വോൾട്ട് തന്നിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ഈ കൈനറ്റിക് എനർജി തന്നെയാണ്. പിന്നെ വർക്ക് ഫംഗ്ഷൻ എന്താണ്? 1.7 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നു നോക്കൂ? 10.4 12.1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരുന്നു. നിങ്ങൾക്കറിയില്ല 12. അപ്പം ചുരുക്കത്തിൽ ഒരു 12.1 ഇലക്ട്രോൺ വോൾട്ടുള്ള ഇൻസിഡൻറ്റ് റേഡിയേഷൻ വന്ന് മെറ്റലിൽ വീണാലേ അതിൽ 1.7 ഇലക്ട്രോൺ വോൾട്ട് വർക്ക് ഫംഗ്ഷൻ ഓവർകം ചെയ്ത് ബാക്കി 10.4 ഇലക്ട്രോൺ വോൾട്ടുള്ള കൈനറ്റിക് എനർജിയുള്ള ഫോട്ടോ ഇലക്ട്രോൺസ് ആയിട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 12.1 എനർജി ഡിഫറൻസ് ഉള്ള ലെവലുകൾ തമ്മിൽ എടുക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം എടുക്കുമ്പോൾ ഇത് n=1 എന്ന് പറയുന്ന സ്റ്റേറ്റാണ്, ഇത് n=2 എന്ന് പറയുന്ന സ്റ്റേറ്റാണ്, ഇത് n=3 എന്ന് പറയുന്ന സ്റ്റേറ്റാണ് അല്ലേ? ഈ ഡിഫറൻസ് എത്രയാണ്? 10.2 ഇലക്ട്രോൺ വോൾട്ട് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഈ ഡിഫറൻസ് എത്രയാണ്? 12.09 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 12.1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ചുരുക്കത്തിൽ 3ക്കും 1നും ഇടയ്ക്ക് അപ്പം n=3 ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് n=1 വരികയാണ്. അങ്ങനെ ജമ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ 3 1 അത് ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ എമിഷൻ്റെ ഫലമായിട്ട് വരുന്ന ഇലക്ട്രോണിൻ്റെ എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ്റെ എനർജി അല്ലേ? ഈ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ n=3 എന്നുള്ള സ്റ്റേജിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് 1 ജമ്പ് ചെയ്യുമ്പോൾ ആ റിമൈനിങ് എനർജി അല്ലെങ്കിൽ ആ ഡിക്രീസ് ഇൻ എനർജി, ഡിഫറൻസ് ഇൻ എനർജി ഫോട്ടോണായിട്ട് പുറത്തേക്ക് വരും. അത് 12.1 ഇലക്ട്രോൺ വോൾട്ടാണ്. അത് ഇതിലേക്ക് വീണാൽ ഈ കാര്യം നടക്കും. അപ്പോൾ ഇവിടെ 3:1 ആണ് 30യുടെ ആൻസർ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ. അതെ, ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ്. If R is the radius and A is the mass number, then log R versus log A graph will be. വളരെ ഡയറക്റ്റ് അല്ലേ? ഈ റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് R0 × A⁻⁴ ആണ് അല്ലേ? അപ്പം R പ്രപ്പോർഷണൽ ടു A⁻⁴ വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ആരൊക്കെ തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്? R. രണ്ട് സൈഡ് ലോഗ് എടുത്തേ. ലോഗ് ടു ദ ബേസ് R ഈസ് ഈക്വൽ ടു ദിസ് ലോഗ് R0 plus 1/3 into log R അല്ലേ? കണ്ടത് y = mx plus c എന്നുള്ള ഫോമിലാണ്. സോ ദാറ്റ്സ് വൈ ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, കണ്ടോ? y = z plus mx ആണ്. ആരൊക്കെ തമ്മിൽ? ലോഗ് ആറും അല്ല, ലോഗ് ഇത് എ ആണ്, സോറി R അല്ല A. കണ്ടോ? ലോഗ് ആറും ലോഗ് എയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കും. y = mx plus c എന്നുള്ള ഫോമിലാണ് റിലേഷൻ കിട്ടുന്നത്. ദാറ്റ്സ് വൈ ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. The intensity of gamma radiation from a given source is I0. On passing through 37.5 millimeter of lead, it is reduced to I0/8. The thickness of the lead will reduce to I0/2. വളരെ ഡയറക്റ്റ് ആണ്. എന്താണ്? ഒരു ഗാമ റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു ബോഡിയിലൂടെ കയറി പോകുമ്പോൾ അല്ലെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗാമ റേഡിയേഷൻസിൽ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരു ബോഡി കൂടെ കയറി പോകുമ്പോൾ എക്സ് തിക്നെസ് പോകുമ്പോൾ ഇൻറ്റൻസിറ്റി I = I0 × e⁻⁻x എന്നുള്ള രീതിയിലാണ് ഡിക്രീസ് ചെയ്യപ്പെടുന്നത്. മനസ്സിലാക്കുക, ഗാമ റേഡിയേഷൻസിൽ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരു മീഡിയത്തിലൂടെ എനർജി കയറി പോകുമ്പോൾ അല്ലെങ്കിൽ ഗാമ റേഡിയേഷൻസ് കയറി പോകുമ്പോൾ ഒരു എക്സ് ഡിസ്റ്റൻസ് പോയി കഴിയുമ്പോൾ ഇൻറ്റൻസിറ്റി അതായത് ഇങ്ങനെയാണ്, ഇതൊരു ബോഡിയാണ്, ഇതിൻ്റെ തിക്നെസ് എക്സ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് ഗാമ റേഡിയേഷൻസ് ഇങ്ങനെ കയറുന്നു വിത്ത് ഇൻറ്റൻസിറ്റി I0. അപ്പോൾ അകത്തൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത റേഡിയേഷൻസ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിരിക്കും. കാരണം കുറേ ഗാമ റേഡിയേഷൻ ഈ ബോഡി എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തെടുത്തു. എങ്കിൽ ആ ഡിക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി I = I0 × e⁻⁻x എന്നുള്ള ഫോമിലാണ് അത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് കേസാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സ് തിക്നെസ് ആണ്, മീ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ കണ്ടോ 37.5 millimeter ആണ് പോയത്. അപ്പോൾ എക്സ് 37.5 millimeter ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി I0/8 ആയി. അപ്പോൾ ഇത് I0/8 = I0 × e⁻37.5 μ വരുന്നത്. സെക്കൻഡ് കേസിൽ ഇത് I0/2 ആവാൻ എത്ര വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കൂ, I0/8 എന്ന് പറയുമ്പോൾ അത് I0/2 നോക്ക്, I0 ക്യാൻസലായി, സോറി. അപ്പോൾ I0 ക്യാൻസലായി. അപ്പോൾ I0 ക്യാൻസലാകുമ്പോൾ 1/2 ക്യൂബ് = e⁻⁻37.5 μ എന്ന് വരുന്നു.
ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, e raised to minus 37.5ന് 12.5 into 3 into mu എന്ന് എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് e raised to minus 12.5 mu the whole cube എന്ന് എഴുതിക്കൂടെ? തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ രണ്ടിടത്തും പവേഴ്സ് ഈക്വൽ ആണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, e raised to minus 12.5 mu എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഹാഫ് ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ തിക്നെസ് എത്ര മതി? 12.5 മതി. ഓക്കെ, അടുത്ത, ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ ദ ഡയോഡ്സ് ആർ ഐഡിയൽ, ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പോൾ എയിലേക്ക് സെല്ലിൻ്റെ പോസിറ്റീവും ബിയിലേക്ക് സെല്ലിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്താൽ കണ്ടോ, ഈ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണ്. കാരണം N പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്ത്, അപ്പോൾ ഈ റെസിസ്റ്റൻസും നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് രണ്ടുകൂടെയും കറണ്ട് പോകത്തില്ല. എന്നാൽ ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ്, അപ്പോൾ അതുവഴി കറണ്ട് പോകും. അപ്പോൾ കറണ്ട് പോകുന്ന ഈ രണ്ട് റെസിസ്റ്റൻസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, എക്കും ബിക്കും ഇടയ്ക്ക്. അപ്പോൾ 13 കൂടെ സീരീസിൽ എത്ര വരും? 60. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശരി. അപ്പം മനസ്സിലായല്ലോ, എക്കും ബിക്കും ഇടയ്ക്കുള്ള എഫക്റ്റീവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് എയിലേക്കും നെഗറ്റീവ് ബിയിലേക്കും കണക്ട് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് ഡയോഡുകൾ ഇവിടെയുണ്ട്. ഡയോഡ് റിവേഴ്സ് ബയസായി കണ്ടക്ട് ചെയ്യത്തില്ല, ഫോർവേഡ് ബയസായി കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ ഡയോഡ് നോക്കിയാൽ കണ്ട അതിൻ്റെ പി സെല്ലിൻ്റെ പോസിറ്റീവുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ പാത്ത് ഫോർവേഡ് ബയസ്ഡ് ആണ്, ഇതുവഴി കറണ്ട് പോകും. കണ്ടോ, അപ്പോൾ ഈ പാത്തിലുള്ള കറണ്ട് പോകും. പി 30 Ω കറണ്ട് ക്യാരി ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് ആണ്. പക്ഷേ ഈ ഡയോഡിൻ്റെ ആണ് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ്, അപ്പോൾ ഇതുവഴി കറണ്ട് പോകത്തില്ല. അതുകൊണ്ട് ഈ രണ്ട് റെസിസ്റ്റൻസും സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 60 Ω ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ, അടുത്ത 34. The circuit shown below contains two diodes, each with the forward resistance of 30 Ω and with the infinite reverse resistance. If the battery voltage is 5 volt, then the current through 100 Ω resistance. വളരെ ഡയറക്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ രണ്ട് ഡയോഡുകളുണ്ട്. കണ്ടോ, ഇതൊരു സെല്ലാണ്. ഈ ബാറ്ററി വോൾട്ടേജ് എന്ന് പറയുന്ന 5 വോൾട്ട് ആണ്. അപ്പം കണ്ടോ, ഈ ഡയോഡ് എടുത്താൽ അതിൻ്റെ N എന്ന് പറയുന്നത് ഇതിൻ്റെ പിയിലേക്ക് കണക്റ്റഡ് ആണ്. പി ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണ്. പി ബ്രാഞ്ചിലൂടെ കറണ്ടേ ഇല്ല. എന്നാൽ ഈ ഡയോഡ് കണ്ട അതിൻ്റെ പി എന്ന് പറയുന്ന സെല്ലിൻ്റെ പോസിറ്റീവിലേക്കാണ്. അപ്പോൾ ഇത് ഫോർവേഡ് ബയസ്ഡ് ആണ്. ഇതെന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഇങ്ങനെ പോകും. മാത്രമല്ല ഇതിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 Ω. ഈ ഡയോഡിന് ഒരു 30 Ω റെസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ ചുരുക്കത്തിൽ സർക്യൂട്ട് അപ്പോൾ ഇങ്ങനെ വരും. ആ ഡയോഡിന് ഒരു 30 Ω റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. പിന്നെ ഇതൊരു 120 Ω റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നു. 5 വോൾട്ട് സെല്ല്, പിന്നെ ഈ 100 Ω. ഇങ്ങനെയല്ലേ സർക്യൂട്ട് വരിക? യെസ്. അപ്പോൾ ഈ ബ്രാഞ്ചിലൂടെയാണ് കറണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ കറണ്ട് എത്ര വരും? V/R ഇഫക്റ്റീവ് ആണ്. ഇത് 5 വോൾട്ട് ആണ്. അപ്പം V/R ഇഫക്റ്റീവ് എത്ര വരും? 120 + 30 150/100 250 എന്ന് വരും. അപ്പോൾ 1/50 ആംപെയർ വരും. അല്ലെങ്കിൽ എത്ര വരും? 1000/50 20 മില്ലി ആംപെയർ എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, ദാറ്റ്സ് ദ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. In the circuit shown below, the voltage V0 at an instant. ഇത് വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്കറിയാം, ഇതൊരു ഡയോഡാണ്, സെന ഡയോഡാണ്. സെന ഡയോഡിലെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും എപ്പോഴും 4 വോൾട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടോ, ഈ സെന ഡയോഡും ഈ റെസിസ്റ്റൻസും പാരലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ വോൾട്ടേജ് തന്നെ ഇവിടെയും വരും. അതാണ് ഔട്ട്പുട്ട് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതും എത്ര തന്നെ വരും? 4 വോൾട്ട് തന്നെ വരും. വളരെ ഡയറക്റ്റ് ആണ്. സെന ഡയോഡിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സെന ഡയോഡിലെ വോൾട്ടേജ് ഡ്രോപ്പ് 4 വോൾട്ട് എന്ന് തന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ഡൗണിന് വിധേയമായിട്ടുള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ 4 വോൾട്ട് തന്നെ ഇതിലും ഡ്രോപ്പ് ചെയ്യും. കാരണം ഇത് രണ്ടും പാരലായതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് സെയിം ആയിരിക്കണം. ഇതിന് അക്രോസ് ആയ വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര തന്നെയാണ്? 4 വോൾട്ട് തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്ത, ഇൻ എ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ആസ് ഷോൺ ബിലോ, ദ ബേസ് കറന്റ് ഈസ് 40 മൈക്രോ ആംപിയർ, ദ വാല്യൂ ഓഫ് RB. നോക്കൂ, ഈ വളരെ ഡയറക്റ്റ് ആണ്. ഇതൊരു കോമൺ ബേസ് ആണ്. ഇപ്പോൾ ഇവിടെ 12 വോൾട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ കണ്ടോ, അപ്പോൾ ഈ ഒരു ലൂപ്പ് എടുത്ത് നിങ്ങൾ ഈ ഒരു ലൂപ്പ് എടുക്കുക. ഈ ലെഫ്റ്റിൽ കാണുന്ന ലൂപ്പ് എടുക്കാം. ഈ ലെഫ്റ്റിൽ കാണുന്ന ലൂപ്പ് എടുത്താൽ അവിടെ RB എന്ന് പറയുന്ന റെസിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതുവഴി പോകുന്ന കറണ്ടാണ് ബേസ് കറണ്ട് എന്ന് പറയുന്നത്. എത്രയാണ്? 40 മൈക്രോ ആംപിയർ. എങ്കിൽ ഈ ലൂപ്പിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ലൂപ്പിനകത്ത് നിങ്ങൾ കിർച്ചോഫിൻ്റെ വോൾട്ടേജിലും അപ്ലൈ ചെയ്താൽ ഈ അപ്ലൈ ചെയ്ത 12 വോൾട്ട് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന 12 വോൾട്ട് മുഴുവനായിട്ട് ഇതിൽ ഡ്രോപ്പ് ചെയ്യും. IB × RB. അപ്പോൾ RB കിട്ടിയോ? യെസ്. 12/IB എത്രയാണ്? 40 മൈക്രോ ആംപിയർ. ശരിയല്ലേ? ആൻസർ ആയില്ലേ? ഓക്കെ. അപ്പോൾ 300 കിലോ ഓം എന്ന് ആൻസർ വരും. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത, if sky wave with a frequency of 50 megahertz is incident on D region at an angle of 30 degree, the angle of refraction is. D region എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു അയണോസ്ഫിയറിൻ്റെ ബോട്ടം ലെയറാണ് ഡി റീജിയൻ എന്ന് പറയുന്നത്. ഏകദേശം എർത്തിൻ്റെ സർഫസിൽ നിന്നൊരു 50-70 കിലോമീറ്റർ വരെ, ഒരു 100 കിലോമീറ്ററിന് താഴെ വരുന്ന ഒരു റീജിയനാണ് എന്താ പറയുന്നത്? ഡി റീജിയൻ എന്ന് പറയുന്നത്. ആ ഡി റീജിയനിൽ വന്ന് വീഴുന്ന സ്കൈ വേവ്, അതിൻ്റെ ഫ്രീക്വൻസി 50 മെഗാഹെർട്സ് ആണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ ഡയറക്റ്റ് ആണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്ന് പറയുന്നൊരു ഫോർമുലയുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഡി ലെയറിൽ വന്ന് വീഴുന്നതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 1 - 81.45 n, ശരിയല്ലേ, ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി സ്ക്വയർ ആണ്. ഇങ്ങനെയാണ് പറയുന്നത്. ഇതിൽ n എന്ന് പറയുന്ന അറൗണ്ട് 10⁹ ആയിട്ടാണ് എടുക്കുന്നത്. n 10⁹ ആണ് ഇവിടുത്തെ ഡെൻസിറ്റി ആണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരും. ഇപ്പോൾ ഇവിടെ ഫ്രീക്വൻസി 50 MHz കൊടുത്ത് ചെയ്യുമ്പോൾ ഇത് നിയർലി 1 എന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ മ്യൂ ഈക്വൽ 1 എന്ന് വെച്ചാൽ എന്താണ്? മ്യൂ എന്ന് പറഞ്ഞാൽ sin I / sin r അല്ലേ. അപ്പോൾ sin I / sin r = 1 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം sin I = എന്താണ്? sin r ആണ്. അതിൻ്റെ അർത്ഥം I = r ആണ്. I ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ r എത്ര തന്നെ വരും? 30 ഡിഗ്രി തന്നെ വരും. ഇതിവിടെ ഇക്വേഷൻ ഓർത്തോളുക. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലെയർ ഓഫ് ഡി റീജിയൻ ഈസ് ഗിവൺ ബൈ ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ. 1 - 81.45 n/f² ആണ്. എഫ് ഇവിടെ വന്ന് വീഴുന്ന ഫ്രീക്വൻസിയാണ്. n 10⁹ ആയിട്ടാണ് എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നിയർലി 1 എന്ന് തന്നെ കിട്ടും. അതിൻ്റെ അർത്ഥം I = r എന്നാണ്. I = r ആണെങ്കിൽ 30 ഡിഗ്രി എന്ന് തന്നെ ആൻസർ വരുന്നത്. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഫുൾ ഡ്യൂപ്ലക്സ് ട്രാൻസ്മിഷൻ സിസ്റ്റം? ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരേ സമയം ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് സെൻഡറും റിസീവറും, അതായത് മെസ്സേജ് അയക്കുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളും ഒരേ സമയം കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അത് വിളിക്കുന്നത്. പക്ഷേ ഒരേ സമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. ഒരാൾക്ക് സംസാരിക്കുന്ന സമയത്ത് അയാൾക്ക് അങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും എന്താണ്? ദിസ് വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. ബാക്കിയുള്ള കേസിലും അങ്ങനെ ഒരു ഫ്രീഡം നമുക്കില്ല. ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ത്രൂ ഒപ്റ്റിക്കൽ ഫൈബർ, അറിയാലോ, ടോട്ടലിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് ഉപയോഗിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, അറിയാലോ. ഓക്കെ. ആൻഡ് ആൻറ്റിന ഓഫ് ഹൈറ്റ് 500 മീറ്റർ, വാട്ട് വിൽ ബി ഇറ്റ്സ് റേഞ്ച്? നമുക്കറിയാം, അത് D = √2RH എന്നൊരു ഫോർമുല ഉണ്ടല്ലേ. ഒരു H ഹൈറ്റിലുള്ള ആൻറ്റിന ആണെങ്കിൽ അത് വെച്ച് കിട്ടുന്ന റേഞ്ചിൽ √2RH എന്നാണ് ഇക്വേഷൻ. R എന്ന് പറയുന്ന എർത്തിൻ്റെ റേഡിയസ് ആണ്. എർത്തിൻ്റെ റേഡിയസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ 6400 കിലോമീറ്റർ ആണ്. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 500 മീറ്റർ. സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടില്ലേ? 80 കിലോമീറ്റർ. അല്ല, വളരെ ഡയറക്റ്റാണ്. H ഹൈറ്റുള്ള ആൻറ്റിനയ്ക്ക് എത്ര ദൂരം ട്രാൻസ്മിഷൻ നടത്താൻ പറ്റുമെന്ന് വെച്ചാൽ √2RH എന്നാണ് നമ്മുടെ ആൻസർ. ഇനി ഫിഗർ ഷോസ് എ മോഡിഫൈഡ് ബയസിംഗ് സർക്യൂട്ട് വെയർ ദ ബേസ് റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ടു ദ കളക്ടർ ഇൻസ്റ്റെഡ് ഓഫ് കണക്ടിങ് ടു ദ ബാറ്ററി VCC. ദ വാല്യൂ ഓഫ് IB ഈസ് നോട്ട് ഗിവൺ ബൈ. ഇത് വളരെ ഡയറക്റ്റ് ആണ്. കാരണം നമുക്കിവിടെ 2 ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു ഇക്വേഷൻ ഇങ്ങനെയാണ്, കണ്ടോ. ഈ ഒരു ലൂപ്പിലൂടെ നിങ്ങൾ വന്നാൽ ഒരു ഇക്വേഷൻ ഇങ്ങനെ വരും. ദിസ് അപ്ലൈഡ് വോൾട്ടേജ് VCC = കണ്ടോ, ഈ RC വഴി വരുന്ന കറണ്ട്. അപ്പം നമുക്ക് ഇവിടെ IB ഇങ്ങനെ വരുന്നുണ്ട്, അതിലൂടെ IC വരുന്നുണ്ട്, ശരിയല്ല. അപ്പം തീർച്ചയായിട്ടും എത്ര വരും? അവിടെ IC + IB × RC വരും. IC + IB × RC. കാരണം ഇതുവഴി വരുന്നത് കണ്ട് ഇങ്ങനെയാണ്. സാധാരണ IC ആണ് വരുന്നത്, പക്ഷേ ഇവിടെ IC + IB വരുന്നുണ്ട് ഇതുവഴി, അല്ലേ. IC + IB × RC വരും, അല്ലേ. പിന്നെ IB RB ആയിട്ട് വരും. IC ഇങ്ങോട്ട് പോവും, IB ഇങ്ങോട്ട് പോവും. അപ്പോൾ എന്ത് വരും? IB RB എന്ന് വരും. IB RB വരും, ശരിയല്ല. പിന്നെ VBയും കൂടെ വരും. എന്ന് വെച്ചാൽ നോക്ക്, ഇപ്പോൾ VCC കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതുവഴി IC + IB വരുന്നു. അതാണ് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് IC IB ആയിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ വരുന്ന IC + IB × RC എന്നുള്ള ഡ്രോപ്പ്. IB ഇങ്ങനെ വരുമ്പോൾ ഇവിടെ IB RB വരും. പിന്നെ കണ്ടോ, ബേസിന് എമിറ്ററിന് ഇടയ്ക്കൊരു വോൾട്ടേജ് ഉണ്ട്, അത് VB ആണ്. ഇത് ഇക്വേഷൻ 1 ആയിട്ട് വരും, ശരിയല്ലേ. ഇനി നേരെ ഇങ്ങ് താഴേക്ക് വന്നാലോ, ഈ ഭാഗത്തിലൂടെ നേരെ വന്നാൽ ഇവിടെ VCC ഇവിടെ ഗ്രൗണ്ടുമാണ്. അപ്പോൾ ഗ്രൗണ്ട് ആകുമ്പോൾ 0 പൊട്ടൻഷ്യലാണ്. ഈ VCC കുറേ RCയിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ എത്ര വരും? VCC = IC + IB × RC വരും. പിന്നെ പ്ലസ് ഇവിടെ എന്ത് വരും? VCE എന്ന് വരും. VC. അപ്പോൾ ഈ 2 ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് സോൾവ് ചെയ്തെടുക്കുക. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ഈ 4ാമത്തെ ഓപ്ഷൻ ഒഴികെ ബാക്കി എല്ലാ ഓപ്ഷൻസും അതിൽ നിന്ന് കിട്ടും. ഇക്വേഷൻ 1ഉം 2ഉം 3ഉം ഇത് 2ഉം കൂടെ സോൾവ് ചെയ്യുമ്പോൾ വരുന്നതായിട്ട് കാണാം. ഈ 4ാമത്തെ ഇക്വേഷൻ മാത്രം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് 4ാമത്തെ ഇക്വേഷൻ ആണ് നമുക്കിവിടെ ഇൻകറക്റ്റായിട്ട് വരുന്നത്. What is the ratio of critical frequency for reflection of radio wave from E, F1 and F2 layer of ionosphere? Okay. Of their electron densities തന്നിട്ടുണ്ട്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ. എന്താണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F = 9 × √n⁻⁻ ആണ്. n⁻⁻ എന്ന് പറയുന്നത് ഈ പറയുന്ന ലെയറിലെ ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ വാല്യൂ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ F1 = F2 = F3 എടുത്താൽ മതി. F3 = 9 എല്ലായിടത്തും കോമൺ അല്ലേ, അപ്പോൾ അതങ്ങ് ഒഴിവാക്കാം. അപ്പോൾ √2 × 10⁻11
ഈസ് ടു root of 3 into 10 raised to 11 is to root of 8 into 10 raised to 11 ആണ്. ഇതാണ് ഇവിടുത്തെ ഫ്രീക്വൻസീസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും. അല്ല ഡയറക്റ്റ് ആണ്. ദ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഓഫ് റിഫ്ലക്ഷൻ ഓഫ് റേഡിയോ വേവ്സ്, അതായത് റേഡിയോ വേവ്സ് സ്പേസിൽ നിന്ന് വരുന്ന സമയത്ത് ഈ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഈ ലെയർ F1 ലെയർ ആൻഡ് F2 ലെയറിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന അല്ല റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതിന് കറസ്പോണ്ടിങ് ആയുള്ള ഫ്രീക്വൻസിയാണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉള്ളത് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ റേഷ്യോസ് കണ്ടുപിടിച്ചെടുക്കുന്നത്. ഓക്കെ, ഇലക്ട്രിക് ചാർജസ് 1 microcoulomb, -1 microcoulomb and 2 microcoulomb are placed at the corners ABC respectively equilateral triangle ABC having length of each side 10 cm. The resultant force on the charge at C ആണ്. ഓക്കെ, നമുക്കിവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. 3 ചാർജസ് 3 കോർണേഴ്സിലായിട്ട് വെച്ചിരിക്കുന്നു. നോക്കൂ, എ എന്നുള്ള കോർണറിൽ വെച്ചിരിക്കുന്നത് 1 microcoulomb ആണ്. ഇത് ബി എന്നുള്ള കോർണറിൽ വെച്ചിരിക്കുന്നത് -1 microcoulomb ആണ്. സി എന്നുള്ള കോർണറിൽ വെച്ചിരിക്കുന്നത് എന്താണ്? അവിടെ 2 microcoulomb ആണ്. ശരിയല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് എത്രയാണ്? 10 cm. അതായത് 10 cm എന്ന് വെച്ചാൽ 0.1 മീറ്റർ. കണ്ടുപിടിക്കേണ്ടത് ആ 2 microcoulomb ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ്. വാട്ട് ഇസ് എ നെറ്റ് ഫോഴ്സ് ഓൺ 2 microcoulomb എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ 2 microcoulomb 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ 1 microcoulomb നിന്ന്, മറ്റത് ആ -1 microcoulomb നിന്ന്. അല്ലേ, എങ്ങനെ വരും? അപ്പോൾ നോക്കൂ, ഈ 1 microcoulomb നിന്ന് അതിലേക്ക് വരുന്ന ഫോഴ്സ് എടുക്കുമ്പോൾ F1 വരും. എത്രയാണ് F1? 9 into 10 raised to 9 into കണ്ടോ 1 microcoulomb into 2 microcoulomb. അപ്പോൾ എത്ര വരും? ഇറ്റ് ഈസ് 1 into 2 into 10 raised to -12 വരും. മൈക്രോയെ കൂളംബ് ആക്കിയതാണ്. ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് 0.1 മീറ്റർ, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? 10 raised to -2 എന്ന് വരും. ഇതാണ് F1ൻ്റെ വാല്യൂ. ഓക്കെ, ഇനി F1ൻ്റെ ഡയറക്ഷൻ എടുക്കുമ്പോൾ നോക്കും, നമുക്കറിയാമല്ലോ കണ്ടോ, ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. അപ്പോൾ ഈ 2ലേക്ക് ഇതിൽ നിന്ന് വരുന്നത് റിപ്പൾഷൻ ആണ്. അപ്പോൾ റിപ്പൾഷൻ ആണെങ്കിൽ ഡയറക്ഷൻ എങ്ങനെ കൊടുക്കണം? എവേ ഫ്രം ദ അതർ ചാർജ് കൊടുക്കുമ്പോൾ F1 ഈ രീതിയിൽ ഇങ്ങനെ വരും. ഇനി അടുത്ത് F2. F2 എന്ന് പറയുന്നത് എന്താണ്? ഈ ബിയിലുള്ള -1 ഇതിലേക്ക് വരുന്ന ഫോഴ്സാണ്. അപ്പോൾ അതിൻ്റെയും വാല്യൂ ഇത് തന്നെ വരും. കാരണം ഇവിടെയും ചാർജിന് മാറ്റമില്ലല്ലോ, വാല്യൂ ഈക്വലായിട്ട് തന്നെ വരും. എത്ര വരും? ഇതേ വാല്യൂ തന്നെ വരും. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കണ്ടോ, ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. കണ്ടോ, ഇവിടെ എടുത്തേ കണ്ടോ, 9 into 2 18 വരും. ഇവിടെ 10 raised to -12ഉം 10 raised to -2ഉം കൂടെ ആകുമ്പോൾ 10 raised to -10 വരും. അപ്പോൾ 10 raised to -1 വരും. അപ്പോൾ ഇത് 1.8 ന്യൂട്ടൺ എന്ന് വരും. അല്ലേ, F2ൻ്റെ വാല്യൂ സെയിം തന്നെ വരും, 1.8 ന്യൂട്ടൺ. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ എടുക്കുമ്പോഴോ ഇതൊരു മൈനസ് ഇത് പ്ലസ്സും ആയതുകൊണ്ട് F2ൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും വരിക, ടുവേഴ്സ് ദ അതർ ചാർജ്. അട്രാക്ഷൻ അല്ലേ. അപ്പം നെറ്റ് ഫോഴ്സ് ഇങ്ങനെ വരും. കണ്ടോ, ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് പാരലോഗ്രാം ലോ വെച്ചെടുക്കുമ്പോൾ എത്ര വരും? F ഈസ് ഈക്വൽ ടു √F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 cos 120 എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. Okay, question number 44. 3 long straight and parallel wires carrying currents are arranged as shown in the figure. The force experienced by 10 cm length of the wire Q is. വളരെ ഡയറക്റ്റ് ആണ്. കണ്ടോ, ഇവിടെ 3 വയേഴ്സ് ഇങ്ങനെയുണ്ട്. ഞങ്ങൾക്കറിയാം 2 പാരലൽ വയേഴ്സ് ഉണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്തിൻ്റെ ഇക്വേഷൻ μ0 I1 I2 by 2πd മൂവിങ് ചാർജിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ് അല്ലേ, F/L. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് ഫോഴ്സിൻ്റെ ഇത് അട്രാക്റ്റീവോ റിപ്പൾസീവോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? 2 കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിപ്പൾസീവ് ആണ്, 2 കറണ്ട് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അട്രാക്റ്റീവ് ആണ്. അതാണ് ഞങ്ങൾക്കറിയാം അല്ലേ. ഇപ്പോൾ 2 പാരലൽ വയേഴ്സ് ഇങ്ങനെയുണ്ട്. ഇതൊക്കെ തിയറി ഇങ്ങനെ പഠിച്ചിട്ടുള്ളതാണ്. 2 പാരലൽ വയേഴ്സ് ഇങ്ങനെയുണ്ട്. ഇതിലെ കറണ്ട് I1, ഇതിലെ കറണ്ട് I2, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ഡിയും ആണെങ്കിൽ അവർക്കിടയിൽ വരുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് എന്താണ് ഇത്. ഇനി 2 കറണ്ട് ഇങ്ങനെ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്താണ്? റിപ്പൾസീവ് ആണ്. അപ്പോൾ ആ ഐഡിയ വെച്ച് നോക്കിയാൽ ഈ Q എന്ന് പറയുന്ന വയറിൽ 2 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. ആദ്യത്തെ ഫോഴ്സ് F1 ആണ്. അത് ഈ ആറിൽ നിന്ന് അങ്ങോട്ട് വരുന്ന ഫോഴ്സായിട്ട് എടുക്കാം. അത് എത്ര വരും? ഇറ്റ് ഈസ് ആ ഇക്വേഷൻ വെച്ചെടുക്കും. μ0 I1 ഈസ് 20, I2 ഈസ് 10 ഡിവൈഡ് ബൈ 2πd. ഡി എന്ന് പറയുന്നത് 2 cm, 2 into 10 raised to -2. ശരിയല്ലേ? ഓക്കെ, ഇനി അത് എങ്ങനെ വരും? കണ്ടോ, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് റിപ്പൾഷൻ ആകുമ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ട് കൊടുക്കും അല്ലേ. യെസ്, കണ്ടോ, ഡയറക്ഷൻ ഇങ്ങോട്ട് കൊടുക്കും. ഇതാണ് ഇവിടുത്തെ F1. ഇനി F2 നോക്കിയേ. F2 P എന്ന് വരുന്ന ഫോഴ്സാണ്. അതും എത്ര വരും? μ0 into I1 I2. I1 I2 ആകുമ്പോൾ 10 into 30 ഡിവൈഡ് ബൈ 2π into ഡി എത്രയാണ്? 10 cm. അപ്പോൾ 10 into 10 raised to -2. ഇതാണ് F2. കണ്ടോ, ഇവിടെ കറണ്ട് താഴോട്ടാണ്, ഇവിടെയും കറണ്ട് താഴോട്ടാണ്. ഇപ്പോൾ 2 കറണ്ട് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഇവിടെ അട്രാക്ഷൻ ഡയറക്ഷൻ അങ്ങോട്ടാണ് F2.
നെറ്റ് ഫോഴ്സ് എത്ര വരും? F = F1 + F2 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇത് രണ്ടും കൂടെ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുമ്പോൾ മ്യൂസിയുടെ വാല്യൂ അറിയാലോ, 4π × 10⁻⁷ ആണ്. F1 + F2 എന്ന് നമുക്കിതിൻ്റെ ആൻസർ വരും. അപ്പോൾ നെറ്റ് ഫോഴ്സ് റൈറ്റിലേക്കാണ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ആൻസർ ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത, a rectangular loop carrying a current I is situated near a long straight wire such that the wire is parallel to one of the sides of the loop and is in the plane of the loop. If steady current I dash is established in the wire as shown in the figure, the loop will. വളരെ ക്ലിയർ ആണ്. കണ്ടോ, ഇവിടെ ഒരു I' കറണ്ട് ഉണ്ട്, ഇതിനകത്ത് ലൂപ്പിനകത്ത് ഒരു I കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ I' കറണ്ട് ഈ റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് വഴി 4 സൈഡിലും ഫോഴ്സ് വരും. അപ്പം അങ്ങനെ 4 സൈഡിലെയും ഫോഴ്സ് എടുത്താൽ കണ്ടോ, ഇവിടെ ഇപ്പോൾ ഞാനിതിനെ PQRS എന്നെടുത്താൽ ഈ QR-ലും PS-ലും വരുന്ന ഫോഴ്സുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യും. അപ്പോൾ PQ-ലെ RS-ലെ മാത്രം ഫോഴ്സ് എടുത്താൽ മതി. നോക്കൂ, ഇതും ഒരേ ഡയറക്ഷനിലാണ് കറണ്ട്. അപ്പോൾ PQ-ന് ഇങ്ങോട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവും, F1. കാരണം ഇതിലെ കറണ്ട് മുകളിലോട്ടാണ്, ഇതിലെ കറണ്ട് മുകളിലോട്ടാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ഫോഴ്സ് എന്താണ്? അട്രാക്റ്റീവ് ആണ്. ശരിയല്ലേ? കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് ഇത് നമ്മൾ F1 + F2 ആണ് എടുത്തത്. പിന്നെ ഇത് ഫോഴ്സ് പെർ ലെങ്ത് ആണ്. ഇത് F1/L ആണ്. കണ്ടോ, ഫോഴ്സ് ബൈ ലെങ്ത് ആണ് ആക്ച്വലി ഇവിടെ എടുക്കുന്നത്. F1/L ഉം F2/L ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ F1 F2 എടുക്കുമ്പോൾ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് F എടുക്കുമ്പോൾ ഇതിനെ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം 10 സെൻറ്റിമീറ്റർ ലെങ്ത് ഓഫ് ക്യൂവിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് F/L ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ F കണ്ടുപിടിക്കാൻ ആ ലെങ്ത് എത്ര ലെന്താണ് പറഞ്ഞിരിക്കുന്നത്? 10 സെൻറ്റിമീറ്റർ ലെന്താണ്, അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. ഇവിടെ കണ്ടോ, ഈ കേസിലേക്ക് വന്നാൽ കണ്ടോ, ഈ I' ഇവിടെയുള്ള ഐയും തമ്മിൽ അട്രാക്ഷൻ ആണ്. അപ്പം ഈ സൈഡിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും ഇത്. എന്നാൽ കണ്ടോ, ഈ സൈഡും കൂടെ എടുത്താൽ അവിടെ റിപ്പൽസ്ഡ് ആണ്. കാരണം ഇവിടെ കറണ്ട് മുകളിലോട്ടും ഇവിടെ കറണ്ട് താഴോട്ടുമാണ്. റിപ്പൽസ്ഡ് ആകുമ്പോൾ ഇതിൽ ഫോഴ്സ് ഇങ്ങോട്ട് വരും, F2. ക്ലിയർ ആണ്? F1 > F2. എന്തുകൊണ്ട്? കാരണം ഇത് അടുത്താണ്. കണ്ടോ, ഈ PQ എന്നുള്ള സൈഡ് ഈ വയറിന് അടുത്തായതുകൊണ്ട് ഇതിൽ വരുന്ന F1 എന്ന് പറയുന്ന ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സ് ഇതിൽ വരുന്ന F2 എന്നുള്ള റൈറ്റിലേക്കുള്ള ഫോഴ്സിനെക്കാളും വലുതായിരിക്കും. അപ്പോൾ F1 > F2 ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്. നെറ്റ് ഫോഴ്സ് അട്രാക്റ്റീവ് ആണെങ്കിൽ ലൂപ്പ് കണ്ടക്ടറിന് അടുത്തേക്ക് വരികയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ മൂവ് ടുവേഴ്സ് ദ വയർ ആണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. നല്ല ക്വസ്റ്റ്യനാണ്. അൾട്രാ വയലറ്റ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 300 നാനോമീറ്റർ ആൻഡ് ഇന്റൻസിറ്റി 1 watt/m², fall on the surface of a photosensitive material. If 2% of the incident photons produce photoelectrons, then the number of photoelectrons emitted from an area of 1 cm² of the surface is nearly. കണ്ടോ, അൾട്രാ വയലറ്റ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 300 നാനോമീറ്റർ ആൻഡ് ഇന്റൻസിറ്റി 1 watt/m². അപ്പോൾ ഇന്റൻസിറ്റി ഉണ്ട്. അപ്പോൾ ഇന്റൻസിറ്റി എന്ന് പറയുന്ന പവർ ബൈ ഏരിയ ആണ്. അപ്പോൾ പവർ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ ആണ്, അല്ലെ? ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്റൻസിറ്റി 1 ആണ്. ഏരിയ എത്രയാണ് ഇവിടെ വന്ന് വീഴുന്ന ഏരിയ? ആ ഫോട്ടോ ഇലക്ട്രിക് സബ്സ്റ്റൻസിൻ്റെ ഏരിയ 1 cm² ആണ്. അപ്പോൾ 1 × 10⁻⁻⁴ m² ആണ്. അപ്പം 1 × 10⁻⁻⁴ വാട്ടാണ് ഇവിടുത്തെ ഇന്റൻസിറ്റി, പവർ എന്ന് പറയുന്നത്. ഇന്റൻസിറ്റി വന്നിട്ടുണ്ട് പവർ. ഇന്റൻസിറ്റികൾ പവർ ബൈ ഏരിയ ആണ്. ഇന്റൻസിറ്റിൻ്റെ ഏരിയ എടുത്തോ പവർ കിട്ടി. അപ്പോൾ ഇത്രയും വന്ന് വീഴുന്നു, അല്ലേ? ഓക്കെ. ഇഫ് 2% ഓഫ് ദി ഇൻസിഡന്റ് ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രോൺസ്, ദെൻ ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ആൻ ഏരിയ. അപ്പം നമുക്കറിയാം ഇവിടെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് Nhν ആണ്. Nhν, അല്ലേ? അല്ലെങ്കിൽ എനർജി ഈക്വൽ എന്താണ്? N × hc/λ എന്നാണ് വരുന്നത്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫോട്ടോൺസ്. പക്ഷെ പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ശരിക്കും ഈ വന്ന് വീഴുന്ന പവറിൻ്റെ 2% മാത്രമാണ് നമുക്ക് എന്തിന് കിട്ടുന്നത്? ശരിക്കും ഇവിടെ എമിഷന് വേണ്ടി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്, അല്ലെങ്കിൽ ഈ എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇഫ് 2% ഓഫ് ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രോൺസ് ആണ്. അതായത് ഈ വന്ന് വീഴുന്ന പവറിൻ്റെ 2% മാത്രമാണ് എന്തിന് അവൈലബിൾ ആയിട്ടുള്ളത്? എമിഷന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ കണ്ടോ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പവർ 1 × 10⁻⁻⁴ ആണ്. അപ്പോൾ അതിൻ്റെ 2% എന്ന് പറയുമ്പോൾ 2/100. 2/100 മാത്രമാണ് ഇറ്റ് ഈസ് പവർ അവൈലബിൾ ഫോർ എമിഷൻ. ബാക്കി 98% ഫോർ എമിഷനാണ്. അപ്പോൾ എമിഷന് അവൈലബിൾ ആയിട്ടുള്ള പവർ ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ എനർജി എന്ന് പറയുന്ന പവർ ഇൻറ്റു ടൈമാണ്, അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു N × hc/λ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ N എന്ന് പറയുന്നത് എത്ര വരുന്നു? ഇറ്റ് ഈസ് PT × λ / hc എന്നാണ് വരുന്നത്. PT λ/hc എന്ന് വരുന്നു. ശരിയല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് എത്രയാണെന്ന് ഈസി ആയിട്ട് അവിടെ കണ്ടുപിടിക്കാനൊക്കെ.
അടുത്ത half lives of two radioactive elements A and B are 20 minutes and 40 minutes respectively. Initially the samples have equal number of nuclei. After 80 minutes the ratio of decayed number of A and B nuclei will be. അപ്പോൾ ക്ലിയർ ആണ് കണ്ടോ. എ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയൈ, ബി എന്ന് പറയുന്ന വേറൊരു ന്യൂക്ലിയൈ. എക്ക് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 20 മിനിറ്റ് ആണ്. കണ്ടോ, എയുടെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. ബിയുടെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 40 മിനിറ്റ് ആണ്. രണ്ടുപേരുടെ ഇനിഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഈക്വൽ ആയിരുന്നു N0. അപ്പോൾ മൊത്തം ഇപ്പോൾ 80 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 80 മിനിറ്റ് എന്ന് വെച്ചാൽ എയുടെ 4 ഹാഫ് ലൈഫ് കഴിഞ്ഞു. 4 ഹാഫ് ലൈഫ് കഴിയുമ്പം ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ N0/2, അടുത്ത ഹാഫ് ലൈഫ് കഴിയുമ്പോൾ അതിൻ്റെ പകുതി, അതിൻ്റെ അടുത്ത പകുതി, അതിൻ്റെ പകുതി. പിന്നെ ബാക്കിയുള്ളത് 1/16 ആണ്. ഇവിടെയാണെങ്കിൽ 40 മിനിറ്റാണ് ഹാഫ് ലൈഫ്. അപ്പോൾ 80 മിനിറ്റ് ആകുമ്പോൾ 2 ഹാഫ് ലൈഫേ കഴിഞ്ഞിട്ടുള്ളൂ. എന്താണ്? N0/4 ആയിട്ടുള്ളൂ. എങ്കിൽ ദ റേഷ്യോ ഓഫ് ഡീക്കേഡ് നമ്പറാണ്. ഡീക്കേഡ് നമ്പർ ഓഫ് എ ആൻഡ് ബി ആണ്. ഇതിപ്പോൾ ബാക്കി വരുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഇത്രയും ടൈം കഴിയുമ്പോൾ ബാക്കി വരുന്നതാണ്. അപ്പോൾ എയുടെ കേസിൽ ഡീക്കേഡ് നമ്പർ എന്ന് പറയുന്നത് എത്ര വരും? N0 മൈനസ് N0/16 വരും. അതായത് 15/16 N0 എന്ന് വരും. പിന്നെ ബിയുടെ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ബാക്കിയുള്ളത് N0 മൈനസ് N0/4. അതായത് എത്രയാണ്? ദാറ്റ് ഈസ് 3N0/4 എന്നാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ Na/Nb റേഷ്യോ ആണ്. ദാറ്റ് ഈസ് 15/16/N0 3/4. അപ്പം 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്ര വരും? ഇറ്റ് ഈസ് 5/4 എന്ന് ആൻസർ വരും. വളരെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. In a hydrogen atom, an electron jumps from state n to n-1, where n very much greater than 1. The frequency of emitted radiation is proportional. അതെല്ലാവർക്കും അറിയാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/2πr ആണ്, അല്ലേ? R പ്രപ്പോർഷണൽ ടു n² ആണ്, V പ്രപ്പോർഷണൽ ടു 1/n ആണ്. അപ്പം അതിൻ്റെ അർത്ഥം F പ്രപ്പോർഷണൽ ടു 1/n³ ആണ്, അല്ലേ? n⁻³ ആണ് നമ്മുടെ ആൻസർ. ശരിയല്ലേ? ഓക്കെ. ഡയറക്റ്റ് ഇക്വേഷനാണ്. A NPN transistor is connected in common emitter configuration in a given amplifier. A load resistance 800 ohm is connected to the collector circuit and the voltage drop across is 0.8 volt. The current amplification factor is 0.96. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഒന്നിനേക്കാളും വലുതായിട്ട് വേണം തരാനായിട്ട്. പക്ഷേ ഇവിടെ അത് ഒന്നിനേക്കാളും ചെറുതായിട്ട് തന്നിരിക്കുന്നു. ചിലപ്പോൾ അത് കോമൺ ബേസ് കോൺഫിഗറേഷനിലായിരിക്കാം. ആൻഡ് ദി ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് 192. ദ വോൾട്ടേജ് ഗെയിൻ ആൻഡ് ദ പവർ ഗെയിൻ. നോക്കൂ, ഇവിടെ ഈ വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ദ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ബീറ്റ 0.96 എടുക്കും. കണ്ടോ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 800 ഓം ആണ്. ലോഡ് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, അപ്പോൾ അത് ഔട്ട്പുട്ടാണ്. 800 ഓം ആണ്. ഇൻപുട്ട് എത്രയാണ്? 192 ആണ്. ഇതാണ് വോൾട്ടേജ് ഗെയിൻ. പവർ ഗെയിൻ്റെ ഇക്വേഷൻ എന്താണ്? β² ഇൻറ്റു RO/RI ആണ്. അപ്പോൾ β² ആകുമ്പോൾ 0.96ൻ്റെ സ്ക്വയർ വരും, എന്നിട്ട് 800/192 എന്ന് വരും. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്നത് ബീറ്റ ആവാൻ ചാൻസ് ഇല്ല. കാരണം ബീറ്റ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണെങ്കിൽ ബീറ്റ എപ്പോഴും ഒന്നിനേക്കാളും വലുതായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ബീറ്റ ഒന്നിനേക്കാളും ചെറുത് തന്നിരിക്കുന്നുള്ളത് ബീറ്റ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ പിന്നെ തന്നിരിക്കുന്ന ഡേറ്റ അങ്ങനെ ആയതുകൊണ്ട് അതങ്ങ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഓഫ് 1600 ആംപിയർ പെർ മീറ്റർ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് 2.4 × 10⁻⁵ വെബർ ഇൻ ആൻ അയൺ ബാർ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ 0.2 cm². ദ സസെപ്റ്റിബിലിറ്റി ഓഫ് ദി അയൺ ബാർ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇത്രയേ ഉള്ളൂ. എ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് വെച്ചാൽ H ആണ്. അത് 1600 ആംപിയർ പെർ മീറ്റർ. ഇതാണ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫ്ലക്സ്. ഫ്ലക്സ് എത്രയാണ്? 2.4 × 10⁻⁵ വെബർ ആണ്. അത് കണ്ടോ, ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡ് വെച്ച് ഒരു അയൺ സ്പെസിമെനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുകയാണ്. അപ്പോൾ മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് ആ അയൺ സ്പെസിമെൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. 0.2 cm² ആണ്, അല്ലെങ്കിൽ അതിനെ മീറ്റർ² ആക്കാം. പിന്നെ അവിടെ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലക്സ് ഏരിയയും ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചൂടെ? ഫ്ലക്സ് ബൈ ഏരിയ ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ശരിയാണല്ലോ. ഇനി സസെപ്റ്റിബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വളരെ ക്ലിയർ ആണ്. ഇവിടെ B = 5/A ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, എത്ര വരും? 5 എന്ന് പറയുമ്പോൾ 2.4 × 10⁻⁵ ആണ്. 0.2 × 10⁻⁴ ശരിയല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ നോക്കൂ, ഇറ്റ് വിൽ ബിക്കം ലൈക്ക് ദിസ്. ഇവിടെ 10⁻⁵ വരും. അപ്പോൾ 1.2 ടെസ്ല എന്ന് വരും, അല്ലേ? ശരിയല്ലേ? ഓക്കെ. നോക്ക്, അത് 0.24/0.2 വരും, അല്ലെങ്കിൽ 2.4/2 എന്ന് വരും. 1.2 ടെസ്ലയാണ് ഇവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, ആണല്ലോ. ഓക്കെ.
ഇനി നമുക്കറിയാം ബി ഈക്വൽ മ്യൂ എച്ച് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ മ്യൂ ഈക്വൽ ബി ബൈ എച്ച് ആണ്. ബി ബൈ എച്ച് അല്ലേ? ഓക്കെ. അപ്പോൾ ബി ബൈ എച്ച് എന്ന് പറയുമ്പോൾ ബി എത്ര വരും? 1.2 കിട്ടിക്കഴിഞ്ഞു. എച്ച് എന്ന് പറയുന്നത് എത്ര വരും? 1600 എന്ന് പറയും. ഇതാണ് മ്യൂ. ഇനി നമുക്കറിയാം ഈ മ്യൂ എന്ന് പറയുന്നത് മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ആണ്. ദാറ്റ് ഈസ് 1.2 ബൈ 1600 ആണ്. അപ്പോൾ ഇന്ന് മ്യൂ ആർ കിട്ടും. മ്യൂ ആർ എത്ര വരും? 1.2 ഡിവൈഡ് ബൈ 1600 മ്യൂ 0 എന്ന് വരും. ദാറ്റ് ഈസ് 1.2 ഡിവൈഡ് ബൈ 1600 ഇൻറ്റു മ്യൂ 0 എത്രയാണ്? 4 പൈ ഇൻറ്റു 10⁻⁷. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂ ആർ കിട്ടും. ഇനി എല്ലാവർക്കും അറിയാം എന്താണ് മ്യൂ ആർ ഈക്വൽ ടു 1 പ്ലസ് കൈ എന്നാണ്. ഇതാണ് നമ്മുടെ സസെപ്റ്റിബിലിറ്റിയും റിലേറ്റീവ് പെർമിബിലിറ്റിയുമാണ് റിലേഷൻ. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂ ആറിൻ്റെ വാല്യൂ കിട്ടും. അപ്പം മ്യൂ ആർ ഈക്വൽ 1 പ്ലസ് കൈ ആണ്. ഇപ്പോൾ ഇവിടെ സസെപ്റ്റിബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് കൈ. അപ്പോൾ കൈ ഈക്വൽ മ്യൂ ആർ -1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ മ്യൂ ആർ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ ആൻസർ ആയി. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണുള്ളത്. കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. അതിനകത്ത് നല്ല ക്വസ്റ്റ്യൻസാണ്, എല്ലാം നല്ല ക്വസ്റ്റ്യൻസാണ്. കൂടുതലും പ്രോബ്ലംസ് വരുന്നതായിരുന്നു. വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസാണ്. അതൊക്കെ സോൾവ് ചെയ്ത് പഠിക്കും. ഓക്കെ, ശരി, താങ്ക് യു.